السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بكلمات الله التامات من شر ما خلق. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നമ്മുടെ ഈ അനുഗ്രഹീത സംഗമത്തിൻ്റെ അധ്യക്ഷൻ, അഭിവന്യരായ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട OK കുഞ്ഞിമാൻ മുസ്ലിയാർ അവറുകളെ, ഉദ്ഘാടന കർമ്മം കൊണ്ട് ഈ സംഗമത്തെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട പാണക്കാട് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ അഭിവന്യരായ സയ്യിദ് മുഈനുദ്ദീൻ ജിഫ്രി തങ്ങൾ, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഫൈസി കുന്നുംപുറം, ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഫൈസി കിടങ്ങയം, KP ചെറൂദ് ഹാജി, KP വല്യാപ്പു ഹാജി തുടങ്ങി വേദിയിലെ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, ഉമറാക്കളെ, ഈ അനുഗ്രഹീത സംഗമത്തിലെത്തിച്ചേർന്ന വന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. അല്ലാഹു ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും ബറക്കത്ത് ചൊരിയട്ടെ. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെയും ഖൈറായ നിലയിൽ അല്ലാഹു നിറവേറ്റിത്തരട്ടെ. റബ്ബേ, നാളിതുവരെ ഞങ്ങളിൽ നിന്നൊക്കെ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കി തരണമേ അല്ലാ. ദോഷത്തിൻ്റെ കറപുരണ്ട കൽബുമായി ഖബറിലെത്തേണ്ട ഒരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തരുതേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ അല്ലാ. ഇലാഹായ റബ്ബേ, ഈ സ്ഥാപനത്തിൻ്റെ നാൾവഴികളിൽ ആരൊക്കെ ഇതിനു വേണ്ടി സഹായങ്ങൾ നൽകിയോ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചോ, അവർക്കൊക്കെയും എല്ലാവിധ വിജയവും നൽകണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും അതവർക്കൊരു മുതൽ കൂട്ടാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇജാബത്തോടുകൂടെ പിരിയാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഇലാഹായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. മുറാദുകളൊക്കെയും ഹാസിലാക്കണേ അല്ലാ. ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തുകളോ അപകടങ്ങളോ മാരകമായ രോഗങ്ങളോ ഈ കൂട്ടത്തിലാർക്കെങ്കിലും നിന്റെ സാബിക്കായ ഖലായിൽ നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, പരിശുദ്ധ ഖുർആന്റെ ഫള് കൊണ്ട് അതൊക്കെയും നീ തട്ടിമാറ്റണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് തട്ടിമാറ്റണമേ തമ്പുരാനെ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അധ്വാനിച്ചവർ, ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ, ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്നവർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, ഇവിടെ പഠിക്കുന്നവർ, അതിനുവേണ്ടി സേവനങ്ങൾ ചെയ്യുന്നവർ, അതിലേക്ക് സഹായത്തിൻ്റെ കൈകൾ നീട്ടുന്നവർ, ഇലാഹായ റബ്ബേ, അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള മജ്‌ലിസിൽ നിന്നുള്ള ദുആ
എല്ലാ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും അവർക്കൊക്കെയും നീ നൽകണമേ അല്ലാ. ഇലാഹായ റബ്ബേ, ഈ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാ. ربنا عليك توكلنا وإليك نبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഇലാഹായ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് കുറ്റാളൂർ ബദരിയ ശരീഅത്ത് കോളേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയുമായി അനുഗ്രഹീതമായ ഇൽമിൻ്റെ മജ്ലിസ് ഇവിടെ നടക്കുകയാണ്. അള്ളാഹു ഇതൊക്കെ ആഖിറത്തിലേക്ക് വലിയ ഒരു വിജയത്തിനുള്ള കാരണമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഈ ഒരു സമയത്ത് മഹാനായ PP ഉസ്താദിനെ ഓർക്കാതെ നമുക്കിവിടെ നിലകൊള്ളാൻ കഴിയില്ല. ഒരു ഫാത്തിഹ ആ മഹാനുഭാവന്റെ ഹളറത്തിലേക്ക് ഓതി ഹദിയ ചെയ്ത് നമുക്ക് ആരംഭിക്കാം. അൽ ഫാത്തിഹ. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. ഓതിയ ഫാത്തിഹ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അള്ളാഹു അതൊക്കെ മാപ്പാക്കി തരട്ടെ. അതിൻ്റെ മിസ്ലു സവാബ് മഹാനായ PP ഉസ്താദിൻ്റെ ഹളറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി തുടക്കം മുതൽ ഇന്നേ വരെ അധ്വാനിച്ചവരിൽ ആരൊക്കെ മൺമറഞ്ഞു പോയോ അവരുടെയൊക്കെ ഖബറിലേക്ക് നമ്മൾ ഈ ഓതിയ നൂറുകണക്കിന് ഫാത്തിഹയുടെ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇന്നതിനു വേണ്ടിയൊക്കെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നവർ, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് സർവശക്തനായ അള്ളാഹു നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇവിടെ പരാമർശിച്ചതുപോലെ പട്ടിക്കാട് ജാമിയ അറബിക് കോളേജിൻ്റെ ആദ്യത്തെ ജൂനിയർ കോളേജ് എന്ന ക്രെഡിറ്റ് അൽഹംദുലില്ലാ അഭിമാനകരമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കാൻ ഉതകുന്ന കഴിവുറ്റ ആലിമീങ്ങളെ വാർത്തെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടുകൂടെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ആരംഭം കുറിച്ചിട്ടുള്ളത്. ദീന് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണ്ടേ? അതിന് ദീനിൻ്റെ തത്വസംഹിതകൾ വളരെ കൃത്യമായി ആധികാരികമായി പഠിക്കുന്ന പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടാവണം. അതിനുള്ള സാഹചര്യങ്ങൾ നാട്ടിൽ ഉണ്ടാക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നിറവേറ്റിയതിൻ്റെ ഫലമായിട്ടാണ് അൽഹംദുലില്ലാ നാൾക്ക് നാൾ ഇത് പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അതിൻ്റെ ഒരു പുരോഗതിയിൽ പങ്കാളികളാകാൻ അള്ളാഹു കൂടിയ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സദക്ക ഇൽമു കൊടുക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സദക്കയുമില്ല. ഏറ്റവും വലിയ സദക്ക അത് പണം കൊടുക്കലല്ല മുഅ്മിനെ, അത് ഇൽമു കൊടുക്കലാണ്. നബി തിരുമേനി തങ്ങൾ പറഞ്ഞത് അഫ്ളലു സദഖത്തി അൻ യതഅല്ലമൽ മുസ്ലിമു ഇൽമാ സുമ്മ യുഅല്ലിമുഹു അഖാഹുൽ മുസ്ലിം. നോട്ടും കെട്ട് കൊടുക്കലല്ല ഏറ്റവും വലിയ സദക്ക.
പിന്നെയോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ ഇൽമു കൊടുക്കലാണ്, ശരീഅത്തിന്റെ വിജ്ഞാനം പകർന്നു കൊടുക്കലാണ്. അതാണ് ഹബീബിന്റെ വചനത്തിന്റെ പൊരുൾ. അഫ്ളലു സദഖ, ലോകത്തെ ഏറ്റവും വലിയ സദഖ, ഏറ്റവും ശ്രേഷ്ഠമായ സദഖ അയ്യതഅല്ലമൽ മുസ്ലിമു ഇൽമാ സുമ്മ യുഅല്ലിമുഹു അഖാഹുൽ മുസ്ലിം. അതൊരാൾ ഇൽമു പഠിക്കലാണ്, അതൊരാൾ ഇൽമു പഠിക്കലാണ്. സുമ്മ യുഅല്ലിമുഹു അഖാഹുൽ മുസ്ലിമ, എന്നിട്ടതവന്റെ മുസ്ലിമായ സഹോദരന് പഠിപ്പിച്ചു കൊടുക്കലാണ്. അതിനേക്കാൾ വലിയ ഒരു സദഖയും ഇല്ല തന്നെ. അത് കഴിഞ്ഞാലോ അതിപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ലല്ലോ, അത് എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ലല്ലോ. പിന്നെയുള്ള സദഖ ഏതാ? ഒന്നാമത്തെ സദഖ ഇൽമ കൊടുക്കലാണ്, രണ്ടാമത്തെ സദഖ ഇൽമിന് വേണ്ടി കൊടുക്കലാണ്. ഒന്ന് ഇൽമു കൊടുക്കലാണ്, രണ്ടാമത്തെ സദഖ മുഅ്മിനെ ഇലാഹായ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും പുണ്യപ്പെട്ട സദഖ ഇൽമിന് വേണ്ടി കൊടുക്കലാണ്. ഇൽമിന് വേണ്ടി അള്ളാഹു നമുക്ക് തന്ന ആ സമ്പത്തിൽ നിന്ന് ഒരോഹരി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി, ദീനിൻ്റെ ഉലൂമ് വ്യാപിപ്പിക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി ചെലവഴിക്കുക. അൽഹംദുലില്ലാ, അതിനൊക്കെ ഭാഗ്യം കിട്ടുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചതൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും അള്ളാഹു തന്നതിൽ നിന്ന് ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടി സമർപ്പിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനേ, അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് പരീക്ഷണമാണ്, അള്ളാഹു തന്ന സമ്പത്ത് അനുഗ്രഹമാണ്. അത് അനുഗ്രഹവും പരീക്ഷണവുമാണ്. എന്തെല്ലാം നിഅമത്തുകൾ ഈ ഭൂമിയിൽ നാം ഓരോരുത്തരും അനുഭവിക്കുന്നുവോ അതിന്റെ കാര്യത്തിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകുമെന്ന് പറഞ്ഞതല്ലേ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിഅമത്ത് നമുക്ക് തോന്നും പലതും നിസാരമാണെന്ന്. നമ്മൾ അനുഭവിക്കുന്ന നിഅമത്തുകൾ ഒരുപക്ഷെ നമുക്ക് തോന്നിപ്പോകാം ഇത് വളരെ നിസാരമല്ലേ. എത്ര വലിയ നിസാരമാണെന്ന് നീ ചിന്തിച്ചാലും ഓരോ അനുഗ്രഹത്തിന്റെ കാര്യത്തിലും അതിനെന്താണ് അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകും. അതിനെന്താ നീ നന്ദി ചെയ്തതെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയാ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ. ചിലതൊക്കെ നമുക്ക് വളരെ നിസാരമെന്ന് തോന്നും, പക്ഷേ അത് നിസാരമാണോ? നമ്മുടെ ഒരു കൺപോളയെക്കുറിച്ചൊരു നിമിഷം ചിന്തിക്കും മുഅ്മിനേ. അള്ളാഹു നമുക്ക് തന്ന കണ്ണ്, ആ കണ്ണിനെ മൂടാൻ അള്ളാഹു തന്ന ഈ കൺപോള, അത് മണിക്കൂറിൽ മിനിറ്റിൽ എത്ര തവണയാണ് നമ്മൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത്? അത് നമ്മുടെ സ്വന്തം ഒരു കഴിവാണോ? നമ്മൾ അറിഞ്ഞും അറിയാതെയും എത്രയോ തവണ ഈ കൺപോള നമ്മൾ അടക്കുകയാണ്, തുറക്കുകയാണ്. ആ കഴിവ് അള്ളാഹു തന്നതല്ലേ മുഅ്മിനേ. ഒരു നിമിഷം അള്ളാഹു ആ കഴിവങ്ങ് എടുത്തു കളഞ്ഞാൽ അതോടുകൂടെ കഴിഞ്ഞല്ലോ. പിന്നെ തുറന്ന കണ്ണ് അടക്കാൻ നമുക്ക് കഴിയില്ല, അടച്ച കണ്ണ് തുറക്കാൻ നമുക്ക് കഴിയില്ല. അള്ളാഹു ഒരു പാഠത്തിന് വേണ്ടി അങ്ങനെയൊക്കെ ചില പരീക്ഷണങ്ങൾ ചില ആളുകൾക്ക് നൽകാറുണ്ട്. കണ്ണ് തുറന്നു പിടിച്ച സമയത്ത് ആ കൺപോളയിലുള്ള പൂട്ടാനുള്ള ശക്തിയെ അള്ളാഹു എടുത്തു കളഞ്ഞു. പിന്നെ കണ്ണ് പൂട്ടാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. വർഷങ്ങളായി ഒരു സഹോദരൻ തൻ്റെ ഉമ്മയെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മാൻ്റെ 2 കണ്ണും അടക്കാൻ കഴിയൂല. വർഷങ്ങളായി ഈ വിധത്തിൽ വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുകയാ. രാത്രി കിടക്കാൻ നേരത്ത് പ്ലാസ്റ്റർ ഒട്ടിച്ചു വെക്കല, പ്രാണികളും പൊടികളും കണ്ണിലേക്ക് തൊഴിയാതിരിക്കാൻ വേണ്ടി. മുഅ്മിൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കൺപോളയിൽ നിക്ഷേപിച്ച ഒരു ശക്തിയുണ്ട്. ആ കൺപോള തുറന്ന സമയത്ത് ആ ശക്തിയെ അല്ലാഹു എടുത്തു കളഞ്ഞു. പിന്നെ ആ ഉമ്മാക്ക് കണ്ണ് പൂട്ടാൻ കഴിഞ്ഞില്ല. എത്രയെത്ര വേദനയോടെയാണ്, എത്ര വലിയ സങ്കടത്തോടെയാണ് ആ ഉമ്മയുടെ പൊന്നുമോനീ കാര്യം പറഞ്ഞതെന്നറിയോ? ഉമ്മയുടെ കാലിന് തളർച്ച ബാധിച്ചു കിടപ്പിലാണ്. എന്നോട് പറഞ്ഞ കാര്യം ഇതൊന്നുമല്ല വിഷയം.
ഉമ്മയുടെ വിഷയം ഇതൊന്നുമല്ല. ഉമ്മയുടെ കണ്ണ് കാണുമ്പോഴത്തേക്കൊരു തരം ഭയം തോന്നുകയാണ്, കണ്ണാകെ വീർത്തിരിക്കുകയാണ്, കൺപോള അടക്കാൻ കഴിയാത്ത അവസ്ഥയിലാ. ഇതിന്റെ പേരിലുള്ള വിഷമങ്ങൾ എത്രയാണ്. നമ്മളോടൊരാൾ പറയാ, കുറേ നേരം കണ്ണൊന്ന് പൂട്ടാതങ്ങനെ നോക്കിയ, നിന്റെ കണ്ണ് ഞാൻ പറയുന്നത് വരെ നീ കണ്ണ് അടക്കരുത്, എന്നെ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കൂ എന്ന് നമ്മളോടൊരാൾ പറഞ്ഞാൽ എത്ര നേരം ആ കൺപോള പൂട്ടാതെ നമുക്ക് ഒരേ ദിശയിലേക്ക് നോക്കാൻ കഴിയും? ദിശകൾ മാറിയിട്ട് നോക്കാൻ കഴിയും? മുഅ്മിനെ കഴിയില്ലല്ലോ. കണ്ണിന്റെ പോളയിൽ അല്ലാഹു നിക്ഷേപിച്ച ഒരു ശക്തിയുണ്ടല്ലോ. ഹജ്ജിന് പോകാൻ നിയ്യത്ത് ചെയ്യുകയും അതിനുവേണ്ടി അപേക്ഷ കൊടുക്കുകയും ചെയ്ത ഒരു സഹോദരൻ, ഹജ്ജിന് പോകണമെന്ന് മനസ്സിൽ ആഗ്രഹം വന്നു, അപേക്ഷ കൊടുത്തു, അയാൾക്ക് ഹജ്ജിന് കിട്ടുകയും ചെയ്തു. പക്ഷേ ആ മനുഷ്യന്റെ കൺപോള ഒരു സമയത്ത് വീണുപോവാൻ. ആ സഹോദരന്റെ കൺപോളയിൽ അല്ലാഹു നിക്ഷേപിച്ച ശക്തി അല്ലാഹു എടുത്തു കളയാൻ. ലക്ഷങ്ങൾ മുടക്കിയിട്ടും അത് ശരിപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാഴ്ചക്ക് തകരാറൊന്നുമില്ല, കാഴ്ചക്ക് യാതൊരു തകരാറില്ല. കൈകൊണ്ട് കൺപോള പിടിച്ച് പൊക്കണം, കൃത്യമായിട്ട് കാണാം. ഇത് സ്വന്തം പൊക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ഈ കൺപോളയിൽ അല്ലാഹു നിക്ഷേപിച്ചതാണ്. എങ്കിലെന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ ഒരു കണ്ണെന്ന നിഅമത്തിനെ കുറിച്ച്, ഈ ഒരു കൺപോള ഉയർത്തുന്നതും താഴ്ത്തുന്നതും അതേക്കുറിച്ച് നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ ആലോചിച്ചിട്ടുണ്ട്? ഇത് അല്ലാഹു ഇലാഹായ റബ്ബ് ചെയ്തു തന്ന നിഅമത്താ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ നിങ്ങൾക്ക് ഞാൻ മനോഹരമായ 2 കണ്ണുകൾ തന്നില്ലയോ? ഇലാഹായ റബ്ബ് നമ്മളോട് ചോദിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, ഈ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടുകൂട്ടുന്നത് എന്തൊക്കെയാ? നാളെ അല്ലാഹനെ കാണേണ്ട കണ്ണാ. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹു. അല്ലാഹനെ കാണണമെന്ന് കൊതിയുണ്ടോ സഹോദരാ? അല്ലാഹനെ കാണണമെന്ന് കൊതിയുണ്ടോ സഹോദരി? അങ്ങനെ ഒരു ആഗ്രഹം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നാളെ റബ്ബിനെ കാണാൻ കഴിയൂ എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഒരു കൊതി, എൻ്റെ ഈ കണ്ണുകൊണ്ട് എൻ്റെ റബ്ബിനെ കാണണമെന്ന ഒരു വലിയ ആഗ്രഹം നമ്മളെ കൽബിലുണ്ടെങ്കിൽ ആ കണ്ണുകൊണ്ട് എങ്ങനെ റബ്ബിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണും? ഇങ്ങനെ അല്ലാഹുവിന് പൊരുത്തമില്ലാത്തതിലേക്ക് നമ്മൾ നോക്കും. ഇത് റബ്ബിനെ കാണേണ്ട കണ്ണാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ മഹ്ശറയിൽ അല്ലാഹനെ കാണുന്ന രംഗമുണ്ട് മുഅ്മിനെ. നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹനെ കാണുന്ന രംഗമുണ്ട് മുഅ്മിനെ. അതൊക്കെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് റബ്ബിനെ കാണേണ്ട കണ്ണാ. ഈ കണ്ണുകൊണ്ട് അല്ലാഹ്ക്ക് പൊരുത്തമില്ലാത്തതൊന്നും കണ്ടുപോകരുത്. അല്ലാഹ്ക്ക് പൊരുത്തമില്ലാത്തതിലേക്ക് നോക്കരുത്. മാത്രമല്ല, ഈ കണ്ണിൽ നിന്ന് അല്ലാഹ് എന്ന ചിന്തയിൽ ഒരിറ്റ് കണ്ണുനീരുറ്റി കഴിഞ്ഞാൽ അതോടുകൂടെ അല്ലാഹു ആ മനുഷ്യനെ നരകം ഹറാമാക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. വലിയൊരാഗ്രഹമാണ് ഏതൊരു മുഅ്മിനും അല്ലാഹനെ കാണണം എന്നുള്ളത്. ആ ആഗ്രഹം മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകൂ. ആ ആഗ്രഹം നമുക്കുണ്ടാവണം. അങ്ങനെ അല്ലാഹനെ കാണണമല്ലോ എന്നുള്ള പൂതി, ആഗ്രഹം, അത് നമ്മളെ കൽബിലുണ്ടെങ്കിലേ നാളെ പരലോകത്ത് അല്ലാഹനെ കാണാൻ കഴിയും. നമുക്കൊരു നിഅമത്ത് ഒരാൾ ഇങ്ങനെ ചെയ്തു തരുന്നുണ്ട്. മറ്റൊരാളിലൂടെ ഒരുപാട് സമ്മാനങ്ങൾ, ഒരുപാട് സാമ്പത്തിക സഹായം ഏതോ നമ്മൾ അറിയാത്ത ഒരാൾ നമുക്ക് എത്തിച്ചു തരുന്നു. ഇതൊരാൾ തന്നതാണ്, ആളെ പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സാമ്പത്തിക സഹായവും അല്ലാത്ത സമ്മാനങ്ങളും നമ്മളെ സന്തോഷിപ്പിക്കുന്ന പലതും നമുക്ക് എത്തിച്ചു തരുന്നു. അപ്പോൾ ഒരു ആഗ്രഹം നമുക്കുണ്ടാവില്ല, പഠിച്ചവനെ അയാളൊന്ന് കാണണല്ലോ റബ്ബേ. ആരാപ്പത്? ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ മകളുടെ വിവാഹത്തിന് അയാൾ എത്രയാ കൊടുത്തയച്ചത്?
എൻ്റെ വീട് നിർമ്മാണം തുടങ്ങിയപ്പോഴത്തേക്ക് അയാൾ എത്ര കൊടുത്തേച്ചത്, ആരാണിത് എന്ന് ചോദിച്ചിട്ട് പറയണില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളൊന്ന് കാണണല്ലോ റബ്ബേ, ഒരു കൊതി നമുക്കുണ്ടാവില്ലേ? എങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട അല്ലാഹു നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ എത്രയാ! ആ അല്ലാഹനെ ഒന്ന് കാണാൻ ഇന്നേ വരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ട് കൊതി വേണം കേട്ടോ, ആഗ്രഹിക്കണം കേട്ടോ. എൻ്റെ അല്ലാഹനെ ഒന്ന് കാണണം എന്ന വല്ലാത്ത കൊതിയുണ്ടാകണം. അതോടൊപ്പം മുഅ്മിനേ, അങ്ങനെ ഒരു കൊതി നിന്റെ കൽബിലേക്ക് വന്നാൽ ആ കണ്ണിനെ നീ നിയന്ത്രിച്ചേ മതിയാകൂ. ആ കണ്ണിനെ നിയന്ത്രിച്ചേ മതിയാകൂ. ആ കണ്ണിനെ കുറിച്ച് നീ ചിന്തിച്ചേ മതിയാകൂ. ആ കണ്ണുകൊണ്ട് അല്ലാഹ്ക്ക് പൊരുത്തമില്ലാത്ത ഒന്നിലേക്കും നോക്കാൻ പാടില്ലാത്തതാ. മാത്രമല്ല ആ കണ്ണിൽ നിന്ന് വേണം ഒരിറ്റ കണ്ണുനീരെങ്കിലും മരിക്കുന്നതിന് മുമ്പ് അല്ലാഹ് എന്ന പേടിയിലും ഒലിച്ചു കിട്ടണം, നിറഞ്ഞു കിട്ടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. നമ്മളെല്ലാരും ആമീന് വലിയ വിലണ്ട്. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ഈ മജ്ലിസിലുണ്ട്. നമ്മളുടെ ആമീന് വലിയ നിലയും വിലയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹ് എന്ന ചിന്തയിലൊന്ന് കരയാനുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. അതെന്തിനാ ഉസ്താദെ കരയണത്? അങ്ങനെ കരയണം മുഅ്മിനേ, കരയണം മുഅ്മിനേ. ആ കണ്ണീരിന്റെ വില എത്രയാ! അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, മംബകാ മിൻ ഖശിയത്തില്ലാ ഹറമഹുല്ലാഹു അലന്നാർ. മംബകാ മിൻ ഖശിയത്തില്ലാ. ഒരാൾ കരയുകയാണ്. എന്തിനാണ് അയാൾ കരയുന്നത്? അയാളെ കരയിപ്പിച്ച കാര്യം എന്താണെന്നറിയോ? മിന ഖശിയത്തില്ലാ. എന്റെ വാരിയല്ലുകൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരംഗത്തുള്ള സകല വികാരങ്ങളും അറിയുന്ന അല്ലാഹു എന്നെ വീക്ഷിക്കുകയാണ്. എന്റെ നിസ്കാരം അല്ലാഹു കബൂലാക്കുമോ? ഞാൻ ചെയ്യുന്ന ദോഷത്തിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കുമോ? നാളെ പരലോകത്ത് എന്റെ കാര്യത്തിൽ അല്ലാഹു എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നതല്ല? ഖബറിന്റെ കാര്യത്തിൽ അല്ലാഹ് 50,000 കൊല്ലം നിൽക്കേണ്ട മഹ്ശറ അല്ലാഹ്, അവിടെയൊക്കെ എന്റെ കാര്യം എന്തായിരിക്കുമെന്ന ചിന്തയിൽ മംബകാ മിൻ ഖശിയത്തില്ലാ ഹറമഹുല്ലാഹു അലന്നാർ. തൗഫീഖ് ഉള്ളവർക്കേ കഴിയൂ. വയല് പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞോളണമെന്നില്ല, വയല് കേട്ടത് കൊണ്ട് കഴിഞ്ഞോളണമെന്നില്ല, കുറെ ഇൽമുണ്ടായി എന്നതുകൊണ്ടും കഴിഞ്ഞോളണമെന്നില്ല. അള്ളാന്റെ തൗഫീക്ക് വേണം. അള്ളാഹ് എന്നുള്ള ചിന്തയിൽ ഒന്ന് കണ്ണ് നിറഞ്ഞു കിട്ടണമെങ്കിൽ പടച്ചോൻ തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. കാരണം അള്ളാഹ് എന്നുള്ള ചിന്തയിൽ ഒരു മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞാൽ ഹറമഹുല്ലാഹു അലന്നാർ, അവന്റെ തടിയെ അള്ളാഹു നരകത്തിന് ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പടച്ചോൻ തൗഫീക്ക് തരട്ടെ. അല്ലാഹുവേ ആമീൻ, കബൂലാക്കണേ റബ്ബേ. മുഅ്മിൻ ആയുസ്സിൽ എത്ര തവണ നമ്മൾ കരഞ്ഞിട്ടുണ്ട്? നമ്മുടെ കുട്ടിക്കാലം മുതൽ ഇന്നേ വരെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുക. എത്രയോ തവണ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെ കരയിച്ച ഘടകം ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയ. ഇന്നൊരു സഹോദരൻ കൊണ്ടോട്ടി ക്ലാസ്സിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കൊല്ലായി പൊന്നാരുസ്താദ്, എൻ്റെ മകൻ വിദേശത്ത് പോയിട്ട് 1 മാസം കൊണ്ട് അവനെ പിടിച്ച് ജയിലിലാക്കി. എൻ്റെ കുട്ടി ഇപ്പോഴും ജയിലിലാണ്. ഞങ്ങൾ കണ്ണീരാണ്. ഞങ്ങൾക്ക് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഓനെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞത്. അങ്ങനെ എന്നോട് പറഞ്ഞേ, ഞങ്ങൾക്ക് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഓനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് കടം വാങ്ങി അങ്ങോട്ട് പറഞ്ഞയച്ചത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല ഓൻ്റെ കാര്യത്തിലെടുത്ത തീരുമാനം എങ്ങനെ? 1 മാസം അവിടെ നിന്നു, പിന്നെ ജയിലിലാണ്. എൻ്റെ കുട്ടിയൊന്ന് കഴിച്ചിലാവണം, അതിന് വേണ്ടി ദുആ ചെയ്യണം എന്നാ പറഞ്ഞു. അല്ലാഹു കഴിച്ചിലാക്കി കൊടുക്കട്ടെ. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ഈ ബാപ്പ കരയാണ്. ഈ ബാപ്പ അങ്ങനെ കരയാണ്. ആ മകൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ബാപ്പ കരയാണ്. അങ്ങനെ പല സഹോദരന്മാരും സഹോദരിമാരും ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, അതേക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് വിങ്ങിപ്പൊട്ടാൻ. കുട്ടിക്കാലം മുതലേ എത്രയോ തവണ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഒരാളോട് ചോദിക്കുക, നീ നിൻ്റെ ആയുസ്സിൽ എത്ര തവണ കരഞ്ഞിട്ടുണ്ട്? ആർക്ക് പറയാൻ കഴിയും? കുട്ടിക്കാലം മുതലേ എത്ര തവണ കരഞ്ഞിട്ടുണ്ട്?
ആർക്ക് പറയാൻ കഴിയൂല മുഅ്മിനെ. ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ കരഞ്ഞിട്ടുണ്ട്. എങ്കിൽ അല്ലാഹ് ആഖിറം ഇത് നശ്വരല്ലേ? ഇതല്ലല്ലോ വിഷയം, ഇതൊരു സ്വപ്നല്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തെ അങ്ങനല്ലേ പരിചയപ്പെടുത്തിയത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് സഹാബികളിൽ ഒരാൾ പറഞ്ഞു, മസ്സില്ലന ദുനിയ, ഈ ദുനിയാവിന് ഞങ്ങൾക്ക് നല്ല ഒരു ഉദാഹരണം പറഞ്ഞു തരും. അപ്പോൾ പറഞ്ഞു, ഇതൊരു ഉറങ്ങുന്ന ആള് സ്വപ്നം കാണൂലേ, അതുപോലെ സ്വപ്നം കാണുമ്പോൾ തോന്നും ഇത് ഭയങ്കര യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണല്ലോ, നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ നമ്മളെ മുന്നിൽ അത് യാഥാർത്ഥ്യമാണ്. പാമ്പ് നമ്മളെ പിന്നാലെ കൂടുന്നതാ സ്വപ്നം കണ്ടത്, നമ്മൾ വേജാറാവുകയാണ്, വിയർക്കാണ്, പ്രയാസപ്പെടുകയാണ്. കാരണം കാണുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇങ്ങനെയാ ദുനിയാവിന്റെ ഉദാഹരണം, അത് ഉറങ്ങുന്നവന്റെ സ്വപ്നം പോലെയാ. എന്നാലോ അന്നാസു കുല്ലുഹും നിയാം ഫഇദാ മാ തുൻദബഹു, ആളുകൾ സത്യത്തിൽ ഉറക്കത്തിൽ തന്നെയാണ്, അവര് മരണത്തോടുകൂടെയാണ് ഉണരുന്നതെന്ന് അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. മുഅ്മിൻ ഈ നശ്വരമായ ദുനിയാവിൻ്റെ ചില്ലറ നഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ണു നിറച്ചവരാ. എങ്കിൽ അവസാനമില്ലാത്ത ലോകം ആഖിറം, ആഖിറത്തിൽ നമ്മുടെ ജയപരാജയങ്ങളെ കുറിച്ച് ആലോചിച്ച് ഒന്ന് കണ്ണു നിറക്കാൻ തൗഫീഖ് കിട്ടിയ എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും? അല്ലാ എന്ന ചിന്തയിൽ ഒന്ന് കണ്ണ് നിറക്കാൻ തൗഫീക്ക് കിട്ടിയ, ഒന്ന് മനസ്സറിഞ്ഞ് കരയാൻ ഭാഗ്യം കിട്ടിയ എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവും? അത് ഭയങ്കരല്ലേ? നിങ്ങളൊന്ന് രാത്രി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അല്ലാ എന്നുള്ള ചിന്തയിൽ ചെയ്തു പോയ ദോഷങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് ഖേദിച്ച് അല്ലാ നമുക്ക് ചെയ്തെന്ന നിഅമത്തുകളൊക്കെ ഒന്ന് ആലോചിച്ച് ഒന്ന് മര്യാദയ്ക്ക് കരഞ്ഞു നോക്കൂ. എന്തൊരു റാഹത്തായിരിക്കും മനസ്സിന്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതോടുകൂടെ നമ്മളങ്ങോട്ട് ശുദ്ധിയാവാൻ ചില കെമിക്കലൊക്കെ കൽബിൽ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ ഈ കണ്ണുനീരെന്നെ വേണം മുഅ്മിനെ. അങ്ങനെയാണ് ചില കറകൾ പോകാൻ ചില പ്രത്യേക കെമിക്കലുകൾ ഉപയോഗിക്കണ്ടേ? മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് വരുന്ന തെറ്റിനനുസരിച്ച് ദോഷത്തിൻ്റെ കറകൾ കൽബിൽ ഇങ്ങനെ വീഴൂലേ? ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ കാനത്ത് നുക്തതൻ സൗദാ, ഒരു മുഅ്മിൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഹൃദയത്തിൽ കറുത്ത പുള്ളി വീഴുമല്ലോ. ആ ദോഷങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹറാമുകൾ അങ്ങനെ കേൾക്കാണ്, അതങ്ങനെ കാണുകയാണ്, അതങ്ങനെ പറയാണ്, അതിനനുസരിച്ച് ഈ കുത്തുകൾ വീണ് 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 ഹത്താ തഅലു ഹൃദയമാകെ മൂടിപ്പോവാൻ. അള്ളാഹിനോട് തൗബയൊക്കെ ചെയ്ത് ഇസ്തിഗ്ഫാർ തേടുമ്പോൾ ഇതിങ്ങനെ നീങ്ങിപ്പോകും. പക്ഷെ എല്ലാം നീങ്ങൂല. ചിലത് നീങ്ങണമെങ്കിൽ ചില പ്രത്യേക കെമിക്കൽ ഉപയോഗിക്കേണ്ടി വരും. കണ്ണുനീര് ഹൃദയത്തിലുള്ള എല്ലാ കറകളും നീക്കാൻ ഏറ്റവും നല്ല മരുന്നാണ്. അള്ളാഹു അതിനൊക്കെയുള്ളൊരു തൗഫീക്ക് നമുക്ക് തരട്ടെ. അതിന് കൽബ് ലോലാകണം. ഖസ്വത്തുൽ ഖൽബ് എന്നൊരു രോഗമുണ്ട്. അത് മനുഷ്യൻ്റെ ഹൃദയത്തിന് പിടിപെട്ടാൽ പിന്നെ ഓൻ്റെ കണ്ണ് നിറയൂല. ഓൻ്റെ കൽബിൽ അള്ളാഹ് എന്നുള്ള പേടി ഉണ്ടാവുകയുമില്ല. അള്ളാഹ് എന്നുള്ള പേടി കൽബിൽ ഉണ്ടാവുമ്പോഴല്ലേ കണ്ണ് നിറയുക. ആ ഒരു പേടി തന്നെ വലിയ അനുഗ്രഹമാണല്ലോ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒരു നിമിഷം നമ്മളിപ്പോൾ ഒരു സദസ്സിലൊക്കെ കൂടി അല്ലാ അങ്ങനെ ഒരു പേടി, ഒരു ചിന്ത നമ്മളെ കൽബിലേക്കുണ്ടായി, ഒന്ന് കൽബ് അതിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ നബി തിരുമേനി തങ്ങൾ പറയുന്നുണ്ട്, അതിൻ്റെ ഫലമായിട്ട് തന്നെ വലിയ ദറജ നൽകപ്പെടും, ഒരുപാട് ദോഷങ്ങൾ പൊറുക്കപ്പെടും. ഇങ്ങനെയാണ് تهاتت عنه ذنوبه كما يتهات الورق من الشجر اليابس في ريح يوم آسف. ഹബീബായ നബിയുടെ വചനമാ, ഇദഖ്ശഅറ ഖൽബുൽ മുഅ്മിനി മിൻ ഖശിയത്തില്ലാഹ്. മുഅ്മിനായ മനുഷ്യന്റെ മനസ്സൊന്ന് ഉണർന്നു, അവന് വല്ലാത്ത ഒരു രോമാഞ്ചമുണ്ടായി. അവന്റെ കൽബിലേക്ക് അല്ലാഹ് എന്ന ഒരു പേടി കയറിയാൽ അതിന്റെ ഫലമായി മുഅ്മിനെ തഹാത്തത അൻഹു ദുനൂബുഹു കമാ യതഹാത്തുൽ വറഖു മിനശ്ശജരിൽ യാബിസി ഫീ യൗമി റീഹിൻ ആസിഫ്. ആകെ ഉണങ്ങി നിൽക്കുന്ന ഒരു മരം, ആ മരത്തിൽ നിന്ന് കൊടുങ്കാറ്റുള്ള ദിവസത്തിൽ ഇലകൾ എപ്രകാരം കൊഴിഞ്ഞു പോകുമോ അപ്രകാരമാണ് അല്ലാഹ് എന്ന ഈ പേടി ആ കൊടുങ്കാറ്റ് കൽബിലേക്ക് കയറലോടുകൂടെ അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ
അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിൻ നമ്മളെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് ആയുസ്സിനിടയിൽ ഒരിക്കലെങ്കിലും അല്ലാഹ് എന്ന ചിന്തയിൽ കരയാൻ കഴിഞ്ഞിട്ടുണ്ട്? ഹബീബ് ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു അകട്ടിൽ നിന്ന്, പശുവിൻ്റെ അകട്ടിൽ നിന്ന് കറന്നെടുത്ത പാൽ സ്വമേധയാ പശുവിൻ്റെ അകട്ടിലേക്ക് അങ്ങ് തിരിച്ചു പോയാലും അല്ലാഹ് എന്ന ചിന്തയിൽ കണ്ണു നിറച്ച മനുഷ്യൻ നരകത്തിലേക്ക് പോകില്ല. അങ്ങനെയാണ്. ലാ യലിജുന്നാറ മൻ ബകാ മിൻ ഖശിയത്തില്ലാഹ് ഹത്താ യഊദൽ ലബനു ഫിൽ റഇ. ഈ ഹദീസിന്റെ മുഅ്മിനേ ശ്രദ്ധിക്കു മുഅ്മിനേ, അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാ. ലാ യലിജുന്നാർ, നരകത്തിലേക്ക് കടക്കുന്നതേയല്ല, നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. മംബകാമിന ഖശിയത്തില്ലാഹ്, അല്ലാഹ് എന്ന ചിന്തയിൽ കരഞ്ഞവൻ, ആണാവട്ടെ പെണ്ണാവട്ടെ, പ്രായമുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ, അല്ലാഹ് എന്ന പേടി കൽബിലേക്ക് കയറി അതിന്റെ ഫലമായി കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി വീണാൽ അവര് നരകത്തിൽ പ്രവേശിക്കുന്നതല്ല. ഹത്താ യഊദൽ ലബനു ഫിൽ റഇ, പാൽ സ്വമേധയാ പശുവിന്റെ അകട്ടിലേക്ക് തിരിച്ചു കയറിയാലും. അതെങ്ങനെ കയറുക? പാലെങ്ങനെയാ സ്വമേധയാ പശുവിന്റെ അകട്ടിലേക്ക് തിരിച്ചു കയറുക? അതുണ്ടാവില്ലല്ലോ. എന്നാൽ അതുണ്ടായാലും അല്ലാഹ് എന്നുള്ള ചിന്തയിൽ റബ്ബിനെ പേടിച്ചിട്ടാണ് ഒരാൾ കണ്ണ് നിറക്കുന്നതെങ്കിൽ നരകത്തിലേക്ക് പ്രവേശിക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങനെയൊക്കെ ഒരു പേടി നമുക്ക് തരട്ടെ. എന്നിട്ട് അള്ളാഹിനെ കുറിച്ച് ചിന്തിച്ച് കണ്ണ് നിറക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു തരട്ടെ. ആ മനുഷ്യന് നാളെ മഹ്ശറയിൽ അർശിൻ്റെ തണലും അള്ളാഹു കൊടുക്കുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനെ പറഞ്ഞു വന്നത്, കണ്ണെന്ന നിഅമത്ത് നിസാരമല്ല. ആ വിഷയത്തിൽ ചോദ്യമുണ്ടാകും. എന്ന് വേണ്ട എന്തെല്ലാം ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നുവോ അതിനെന്താണെടോ നീ നന്ദി ചെയ്തത്, എന്താണെടീ നീ നന്ദി ചെയ്തത്? ചോദ്യമുണ്ടാകും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയല്ലോ, സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിന്ന. നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ്, നമ്മളൊക്കെ ഓതുന്ന ആയത്താ. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അന്നേ നിങ്ങൾ ഈ അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും കേട്ടോ. നിങ്ങൾ കേവലം മൃഗങ്ങൾക്ക് തുല്യമായി മണ്ണാക്കപ്പെടുന്നവരല്ല. മൃഗങ്ങളിന് ഇവിടുന്ന് എന്ത് ചെയ്താലും അതിൻ്റെതായ ഒരു ഖിസാസൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനോട് കൂനു തുറാബ, നിങ്ങൾ മണ്ണായിക്കോളൂ എന്ന് പറയും. ഖലാസ്, അതോടുകൂടെ കഴിഞ്ഞു. അപ്പോഴാ ചില മനുഷ്യന്മാരെ വിളിച്ചു പറയുക, പഠിച്ചവനെ ഇങ്ങനെയാണെങ്കിൽ എനിക്കൊരു പോത്തായാൽ മതിയായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ എനിക്കും ഒരു നായയായാൽ മതിയായിരുന്നു. എന്നാൽ ഫഉർജഉ ഇല തുറാബ്, എന്നെയും ഇതുപോലെ മണ്ണാക്കി രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ എന്ന് മനുഷ്യൻ മൃഗമായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് മഹ്ശറയിൽ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ മഹ്ശറയിൽ സുമ്മ ലതുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം, നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഓരോരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ആയത്തിറങ്ങിയപ്പോ ഹബീബായ നബി തങ്ങൾ സഹാബികളെ ഒരുമിച്ച് കൂട്ടുകയാണ്, അവർക്ക് ആയത്ത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. സഹാബികൾ അത്ഭുതപ്പെടുകയാ. നാളെ മഹ്ശറയിൽ വെച്ചുള്ള ചോദ്യം ചെയ്യലാണല്ലോ, ഓരോ നിഅമത്തിനെ കുറിച്ചും ചോദിക്കുമെന്നോ. അവരാകെ പരിഭ്രമിച്ചു പോയി. ആ കൂട്ടത്തിൽ ഫഖാമ മുഹ്താജ്, ഒരു യാചകൻ ഉണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് നിന്നു. ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കോടതിയിൽ ചോദ്യമുണ്ടാകുമെന്ന് പറഞ്ഞു. അതിൻ്റെ വിശദീകരണം നടത്തിയപ്പോൾ സഹാബികൾക്കൊക്കെ ഒരു വെപ്രാളം, അവർക്കൊക്കെ വല്ലാത്ത ഒരു ഭയം. കൂട്ടത്തിൽ ഫഖാമ മുഹ്താജ്, ഒരു യാചകനുണ്ടായിരുന്നു. അയാൾ എഴുന്നേറ്റ് നിന്നു. അയാൾ എഴുന്നേറ്റ് നിന്ന് മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കി. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, എന്താണ് കാര്യം? അയാൾ പറഞ്ഞു, നബിയേ, എനിക്കങ്ങയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഹൽ അലയ്യ മിൻ നിഅമതിൻ യാ റസൂലല്ലാഹ്, ഹൽ അലയ്യ മിൻ നിഅമതിൻ യാ റസൂലല്ലാഹ്.
അല്ല നബിയെ, നിങ്ങൾ പറഞ്ഞല്ലോ എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമെന്ന്. എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നു നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരുതരം ഭയം ഖൽബിലേക്ക് കയറിയതാ. എനിക്കറിയേണ്ടത് ഹൽ അലയ്യ മിൻ നിഅമത്തി യാ റസൂലല്ലാ, എനിക്കങ്ങനെ ചോദ്യം ചെയ്യപ്പെടാവല്ല നിഅമത്തും അല്ലാഹു തന്നിട്ടുണ്ടോ നബിയെ? എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ? ഞാനൊരു യാചകനാണ്. യാചിക്കാൻ ഞാൻ പോകാനുള്ള കാരണം എൻ്റെ ശാരീരിക അവസ്ഥയാണ്. രോഗം ബാധിച്ച് വിഷമത്തിൽ ഞാൻ വിഷമിച്ച് കഴിയാണ്. ഒരു ജോലി ചെയ്യാൻ എനിക്ക് കഴിയില്ല, കുടുംബം പുലർത്തണ്ടേ. അതുകൊണ്ട് എങ്ങനെങ്കിലൊക്കെ ഇറങ്ങി അന്യ മനുഷ്യരുടെ മുന്നിൽ ചെന്ന് കൈനീട്ടി അവർ വല്ലതും തന്നാൽ എനിക്കും കുടുംബത്തിനും വിശപ്പടക്കാം. അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും പട്ടിണിയാ, രോഗം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട് നബിയെ, ജോലി ചെയ്യാൻ വയ്യല്ലോ നബിയെ, ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണല്ലോ നബിയെ, ഇതാണ് എൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഹൽ അലയ്യ മിൻ നിഅമത്തിൻ യാ റസൂലല്ലാഹ്, എന്നോട് ചോദിക്കാൻ അല്ലാഹു എനിക്ക് വല്ല നിഅമത്തും ചെയ്തു തന്നിട്ടുണ്ടോ നബിയെ? ഖാല, ഹബീബിന്റെ മറുപടി, നല്ല ചോദ്യം. അല്ലാഹു നിനക്ക് നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ടോന്നോ? തീർച്ചയായും ഉണ്ട് നബിയെ. ചോദ്യം ചെയ്യപ്പെടാവുന്ന നിഅമത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അതേ സഹോദരാ, നിങ്ങളും ഒരുപാട് നിഅമത്തുകൾ അനുഭവിക്കുന്നുണ്ട്. എങ്കിൽ ഏതാണതെന്നൊന്ന് പറഞ്ഞു തരൂ എന്ന് ആ രോഗിയായ യാചകനോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് മുമ്മിനെ അതേതാണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ആ യാചകൻ മുത്തുനബിയോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ എല്ലാവരും അനുഭവിക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് അല്ലില്ലോ, പിന്നൊന്ന് വന്നഅലാ, പിന്നെയൊന്ന് വൽമാ ഉൽ ബാരിദ്. ഇതനുഭവിക്കാത്തവരാരാ? അല്ലില്ലോ, ഈ യാചകനോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അല്ലില്ലോ, മനുഷ്യ, നിങ്ങൾ അനുഭവിക്കുന്ന തണലുകളുണ്ടല്ലോ, ആ തണലുകളെ കുറിച്ച് എന്താണ് റബ്ബിന് നിങ്ങൾ അതനുഭവിച്ചിട്ട് നന്ദി ചെയ്തോ ചോദ്യമുണ്ടാകും. നിങ്ങൾ യാചിക്കാൻ പോകുന്ന സമയത്ത് പലപ്പോഴും വെയിലിൻ്റെ ചൂട് കൊണ്ട് രക്ഷ നേടുന്നത് ഈ തണലിൽ കയറി നിന്നിട്ടല്ലേ, മരത്തിൻ്റെ ചുവട്ടിൽ. അല്ല, നിങ്ങളെ വീട് തന്നെ നിങ്ങൾക്ക് എത്ര വലിയ ആശ്വാസമാണ്. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് അല്ലില്ലു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് വീടാണ്. വീടെന്നത് ചെറിയൊരു അനുഗ്രഹമാണോ മുഅ്മിനേ? അല്ലാഹു നമുക്ക് തന്ന വീട് അത് ചെറിയ ഒരു അനുഗ്രഹമാണോ? നമുക്കൊരു വീടില്ലാതെ വാടകയ്ക്ക് കഴിയുമ്പോൾ, വാടകയ്ക്ക് കഴിയുക, സ്വന്തമായിട്ട് 5 സെൻറ്റ് ഭൂമിയില്ല, സ്വന്തമായൊരു വീടില്ല, കൂലിപ്പണിക്ക് പോവുകയാണ്. അതിനിടയിൽ ഭാര്യയ്ക്ക് രോഗം, മക്കൾക്ക് രോഗം, അയാൾക്കും ഇടയ്ക്കിടയ്ക്ക് രോഗം, ഒന്നും മിച്ചമായി വെക്കാനില്ല. എത്ര കാലാണ് പടച്ചോനെ ഇങ്ങനെ? ആരോടാ റബ്ബേ ഒരു സഹായം തേടുന്നത്? ഒരു വീടില്ലാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് ആ വീടിൻ്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. അള്ളാഹു വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഹൈറായ റാഹത്തുള്ള വീടുണ്ടാകാൻ വഴികൾ എളുപ്പമാക്കി കൊടുക്കട്ടെ. നിനക്ക് വിഷമിക്കുന്നവർ പലരുണ്ട്, വാടകയ്ക്ക് കഴിയുന്നവർ പലരുണ്ട്. അള്ളാഹു ഈ കൂട്ടത്തിലൊക്കെ അങ്ങനെ ബുദ്ധിമുട്ടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സലാമത്താക്കട്ടെ. അള്ളാഹു നമുക്ക് തന്ന വീട്ടിൽ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും ഐക്യവും ഒരുമയും എല്ലാ ഖൈറും നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിൻ വീട്ടിൻ്റെ കാര്യത്തിൽ ചോദ്യം ഉണ്ടാവും. മുഅ്മിനായ മനുഷ്യൻ്റെ വീടെങ്ങനെയാവണം? അല്ലാഹുവിൻ്റെ ഖുർആൻ വീടുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. വീട്ടിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് എത്രയാ മുത്തുനബി നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് അല്ലില്ലോ, വീടെന്നത് അല്ലാഹു നിങ്ങളിൽ ഓരോരുത്തർക്കും തന്ന ഏറ്റവും വലിയ നിഅമത്താ. അതിനെന്താണടോ നീ നന്ദി ചെയ്തത്? എന്താണടി നീ നന്ദി ചെയ്തത്? അങ്ങനെ ഒരു വീട് നിനക്ക് ഞാൻ തന്നിട്ട് ആ വീട്ടിൽ ദീനിന്റെ നിയമങ്ങൾ നീ പാലിച്ചിരുന്നോ? ആ വീട് തന്നതിന് അല്ലാഹുവോട് നന്ദി കാണിച്ചിരുന്നു? ചോദ്യമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതബുകളില്ലേ? പാലിക്കണ്ടേ? വീട്ടിലേക്ക് കയറുമ്പോൾ അതബില്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതബില്ലേ? വീട്ടിലുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ അതബുകളില്ലേ? എന്തെല്ലാം ആദാബുകൾ വീടുമായി ബന്ധപ്പെട്ട് പാലിക്കണം.
വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നീ നിന്റെ റബ്ബിനെ ഓർക്കാറുണ്ടോ? ഇതെന്റെ റബ്ബെനിക്ക് തന്ന അനുഗ്രഹമാണെന്ന ചിന്തയോടെ ആ വീട് തന്ന റബ്ബിനെ ഓർക്കാറുണ്ടോ മുഅ്മിനെ? അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ എപ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും അല്ലാഹനെ ഓർക്കുന്നതാണ്, അല്ലാഹുവിന്റെ പേര് പറയുന്നതാണ്, റബ്ബിലേക്ക് ഏൽപ്പിക്കുന്നതാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഈ വാക്ക് പറഞ്ഞിട്ടല്ലാതെ അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചിട്ടല്ലാതെ തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമായിരുന്നില്ല മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആർക്കാ അറിയാത്തത്? ബിസ്മില്ലാഹി അറിയാത്തവരാരാ? തവക്കൽതു അലല്ലാഹ് അറിയാത്തവരാരാ? വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇതറിയാത്തവരാരാ? എങ്കിലെന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഇത് കേൾക്കുന്ന എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നിന്റെ വീട്ടിൽ നിന്ന് നീ ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഈ വാക്ക് ചൊല്ലിയാണോ ഇറങ്ങാറുള്ളത്? റബ്ബിനെ ഓർക്കാറുണ്ടോ? അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കാറുണ്ടോ? എങ്ങാനും ഒരാൾ ഈ ദിക്റ് ചൊല്ലിയാ വീട്ടിൽ നിന്നിറങ്ങുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ സമയത്ത് രണ്ട് മാലാഖമാരെ അല്ലാഹു വിളിക്കുമല്ലോ, എന്നിട്ട് ആ മലക്കുകളോട് പറയുമല്ലോ, ഇതാ എന്റെ ഇന്നാലിന്ന അടിമ, അയാളുടെ വീട്ടിൽ നിന്നിറങ്ങുകയാണ്, അയാൾ എന്റെ പേര് പറഞ്ഞ് എന്നിലേക്ക് ഇനിയുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാലാഖമാരെ ആ മനുഷ്യന്റെ കൂടെ സംരക്ഷണത്തിന് അയാളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ നിങ്ങളുണ്ടാവണേ, അയാൾക്ക് എല്ലാ കാവലും നിങ്ങൾ നൽകണേ എന്ന് പറഞ്ഞ് രണ്ട് മാലാഖമാരെ അല്ലാഹു പ്രത്യേകമായി ചുമതലപ്പെടുത്തുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് ബക്കറ്റ് കളക്ഷൻ നടക്കുന്നുണ്ട്. വേങ്ങര മനാട്ടിപ്പറമ്പ് ചാലിൽ അലവിഹാജിയുടെ മകൻ ഹംസ വാഹനാപകടത്തിൽപ്പെട്ട് അരക്ക് താഴെ തളർന്ന് കിടക്കുകയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ സംഭാവന 500 രൂപ. ഗൾഫിൽ ജോലി ചെയ്യുന്ന മകൻ്റെ പ്രയാസങ്ങൾ നീക്കിട്ടാൻ വേണ്ടി സംഭാവനയായ സഹോദരി 200 രൂപ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആ സഹോദരൻ അരക്ക് താഴെ തളർന്ന് കിടക്കുക എന്നാണ് പറഞ്ഞത്. പടച്ച റബ്ബേ, റഹ്മാനായ റബ്ബേ, സലാമത്ത് കൊടുക്കണേ പടച്ചോനെ, ഷിഫ കൊടുക്കണേ റബ്ബേ, റാഹത്തിലാക്കണേ റബ്ബേ. ആ സഹോദരൻ്റെ കാര്യത്തിൽ ഏറ്റവും ഹൈറായ തീരുമാനം നീ എടുക്കണമേ തമ്പുരാനെ. അതുപോലെ ആ ഗൾഫിൽ ജോലി ചെയ്യുന്ന മകൻ്റെ എല്ലാ പ്രയാസങ്ങളും ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ നീക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ സ്ഥാപനത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീക്കി കൊടുക്കണമേ റബ്ബേ. പക്ഷേ ഈ കൂട്ടത്തിലൊക്കെ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ വല്ല ആപത്തുകളോ അപകടങ്ങളോ മാരകമായ രോഗങ്ങളോ നിൻ്റെ സാബിക്കായ ഖലായിൽ നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെയും നീ തട്ടിമാറ്റണമേ റബ്ബേ. നീ ഹൈറായ തീരുമാനം ഉണ്ടാക്കണമേ തമ്പുരാനെ. മുഅ്മിനീങ്ങളെ, ബക്കറ്റ് കളക്ഷൻ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനം നല്ല പുരോഗതിയിലാണ്. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. നല്ല പുരോഗതിയിലാണ്. ഒരുപാട് സുമനസ്സുകളുടെ ആ ഒരു നല്ല താല്പര്യം കൊണ്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പലിനോട് പറഞ്ഞു, ഇനി ക്യാൻറ്റീൻ അന്ന് വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ഒരു ക്യാൻറ്റീൻ ആണുള്ളത്. 30 കുട്ടികളെ കൊണ്ടാണ് ഇവിടെ തുടങ്ങിയതെന്ന് പറഞ്ഞില്ലേ. ഇപ്പം ഏകദേശം മതി 200ഓളമായി കഴിഞ്ഞു. ഇനിയും സൗകര്യങ്ങൾ അതിനനുസരിച്ച് ക്യാൻറ്റീനിൻ്റെ സൗകര്യമായിട്ടില്ല. അതുകൊണ്ട് ആ ക്യാൻറ്റീനിൻ്റെ പണി ഒന്ന് പെട്ടെന്ന് തുടങ്ങേണ്ടതുണ്ട്. 10-60 ലക്ഷം രൂപ അതിന് വരും. ആ വിഷയത്തിലേക്ക് അകമഴിഞ്ഞ ഒരു സഹായം ഇൻഷാ അള്ളാഹ് നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും. ബക്കറ്റ് കളക്ഷൻ നടക്കുന്നുണ്ട്. നിയ്യത്ത് ചെയ്തിട്ട് എല്ലാവരും ഒരു നല്ല സംഖ്യ അതിലിടണേ. നിയ്യത്ത് ചെയ്ത് ഒരു നല്ല സംഖ്യ, ഒരു 3 സ്വലാത്ത് ചൊല്ലി എല്ലാവരും കൂടി അങ്ങോട്ട് ചൊല്ലി അതിലേക്കൊരു പോൽക്കും നഷ്ടമുണ്ടായി പോകരുത്. അതിനു വേണ്ടി ഒന്ന് റബ്ബിനോട് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹുവേ, മുത്ത് റസൂലിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് കബൂലാക്കണേ അല്ലാ.
അത് ഹബീബിന്റെ ഹളറത്തിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ ഹബീബിന്റെ മേൽ ചൊല്ലിയ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ശരീഅത്ത് കോളേജിന്റെ കാര്യവും പറഞ്ഞ് ഈ ബക്കറ്റുമായി മുന്നിലെത്തുമ്പോ അതിലേക്ക് റബ്ബേ നീ നൽകിയ പണത്തിൽ നിന്ന് സമർപ്പിക്കുന്നവരുണ്ടല്ലോ, അതവരിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ബറക്കത്തും നൽകുന്നവർക്ക് ചൊരിയണേ അല്ലാ. അവരെന്താണോ അതുകൊണ്ട് മനസ്സിൽ മുറാദ് വെക്കുന്നത് ആ മുറാദങ്ങ് ഹാസിലാക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ അവരെ അലട്ടുന്ന പ്രയാസങ്ങൾ എന്താണോ അത് പൂർണ്ണമായും നീ തീർത്തു കൊടുക്കണേ അല്ലാ. എല്ലാ ഖൈറും റാഹത്തും നീ നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, പേരിനെന്തെങ്കിലും ഇടുന്നതിന് പകരം ഒരു വലിയ ഹദിയ അതിലേക്ക് നിങ്ങൾ സമർപ്പിക്കണം. ഇൻഷാ അല്ലാഹ് നാളെ ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവിയുടെ അതിവിപുലമായ പരിപാടി നടക്കാനുണ്ട്. അള്ളാഹു അതൊക്കെ വലിയ വിജയത്തിലാക്കി തെരുമാറാവട്ടെ. ഉസ്താദ് അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആ പരിപാടിക്ക് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാ നിലക്കുള്ള നമ്മുടെ ഉദ്ദേശങ്ങളും ഹൈറായ നിലയിൽ പൂർത്തിയായി കിട്ടണം. അതിനൊക്കെ നല്ലോണം നിയ്യത്ത് ചെയ്ത് വരണം. എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാനുള്ള തൗഫീക്ക് കിട്ടിയാൽ അത് വലിയ കിട്ടലാണ്. ഇത് കുറേ ഉണ്ടായി, പക്ഷെ ഒക്കെ ഇവിടെ ബാക്കി വെച്ച് ഒന്നും ഉപകരിക്കാത്ത നിലക്ക് ഖബറിലേക്ക് പോകേണ്ടി വരുന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹു കോടിക്കണക്കിന് ഉറുപ്യ ദുനിയാവ് കൊടുത്തിട്ടുണ്ട്, അതിനുള്ള സ്വത്ത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ മനുഷ്യൻ വിചാരിച്ചിരുന്നില്ല പെട്ടെന്ന് മരിച്ചു പോകുന്നു. പക്ഷെ അസ്രായിൽ വന്നു, റൂഹ് പിടിച്ചു, മയ്യത്തായി. ഇവൻ പിന്നെ കാലാകാലം അവന് കഴിച്ചു കൂട്ടേണ്ട പരലോകം, ആ പരലോകത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി അള്ളാഹ് കൊടുത്ത മുതലൊന്നും ഉപയോഗപ്പെടാത്ത മനുഷ്യന്മാരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തന്നത് ഖൈറായ നിലക്ക് അനുഭവിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ദുനിയാവിലും പല ആളുകൾക്കും കിട്ടിയത് കൊണ്ട് ഉപയോഗിക്കാൻ തൗഫീക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ എത്ര മനുഷ്യന്മാരുണ്ട്? ദുനിയാവിൽ തന്നെ അള്ളാഹു കൊടുത്ത പണം അത് മര്യാദക്ക് ഒരു സന്തോഷത്തോടുകൂടെ ഉപയോഗിക്കാൻ കഴിയാത്ത, അതിന് തൗഫീക്ക് കിട്ടാത്ത എത്ര മനുഷ്യന്മാരുണ്ട്? എന്നാൽ അതിനേക്കാൾ എത്രയോ വലിയ നഷ്ടമാണ് ഈ സമ്പത്ത് ആഖിറത്തിലേക്കൊട്ടും ഉപകരിക്കാതെ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും നിയ്യത്ത് ചെയ്ത് നമ്മുടെ പരിപാടി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെയും ഖൈറായ നിലക്ക് പൂർത്തിയായി കിട്ടണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകട്ടെ. ഞാനത് കൂടുതലായി പറയുന്നില്ല. മുഅ്മിനീങ്ങളുടെ ശ്രദ്ധയിൽ ആ ഒരു കാര്യം ഉണ്ടാവണം. സഹോദരി സഹോദരന്മാരൊക്കെയും അതിൽ ഭാഗവാക്കാകണം. അള്ളാഹു നമുക്ക് ബറക്കത്ത് ചൊരിയട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, നമുക്കല്ലാഹു തന്ന വീടിൻ്റെ കാര്യത്തിൽ ചോദ്യം ഉണ്ടാവും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ റബ്ബിനെ ഓർത്താൽ, അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങളെ നമ്മൾ ഏൽപ്പിച്ചാൽ പിന്നെ അള്ളാഹു ആ റഹ്മത്തിൻ്റെ മാലാകമാരെ നമ്മുടെ കൂടെ സംരക്ഷണത്തിനയക്കും. ഹബീബ് പറയുന്നുണ്ട് ഈ ദിക്ർ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റങ്ങ് ചൊല്ലിയാണ് ഒരാൾ വീട്ടിൽ നിന്നിറങ്ങിയതെങ്കിൽ അള്ളാഹു രണ്ട് മാലാകമാരെ ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ ഫലമായി യഖൂലു ശൈത്വാനുൻ ലിശൈത്വാനിൻ ആഖറ, ഒരു പിശാച് മറ്റൊരു പിശാചിനോട് വിളിച്ച് പറയുമല്ലോ, കൈഫ ബിഹി, ഇനി അവൻ്റെ പിന്നാലെ കൂടിയിട്ടെന്തു കാര്യം? ഇനിയിപ്പോൾ എന്തിനാ അവൻ്റെ പിന്നാലെ നടക്കുന്നത്? വഖദ് ഹുദിയ വഖുഫിയ വഖിയ, രണ്ട് മാലാകമാരുടെ സംരക്ഷണത്തിൽ അയാൾക്കെല്ലാം നൽകപ്പെട്ടു കഴിഞ്ഞു. അയാളിനി നിർമാർഗത്തിലാണ്, അയാൾക്കിനി ഒരു ബുദ്ധിമുട്ടില്ല, അയാളിനി പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയില്ല, അയാളിലേക്ക് കടന്നു ചെന്ന് ദുർബോധനം നടത്താൻ കഴിയൂല. അതുകൊണ്ട് വെറുതെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പിശാച് മാറി നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനേ അത് ശ്രദ്ധിക്കണം. നമ്മുടെ പൊന്നുമക്കൾ വീട്ടിൽ നിന്നിറങ്ങുകയാണ്, സ്കൂളിലേക്ക് കോളേജിലേക്ക് എന്ന് പറഞ്ഞ് അവരങ്ങനെ പോവുകയാണ്. അതിനിടയിൽ ആരൊക്കെയാണ് കണ്ടുമുട്ടുന്നതല്ല, ആരൊക്കെയായിട്ടാണ് ഇടപെടുന്നത്, ആരൊക്കെയായിട്ടാണ് സംസാരിക്കുന്നത്, ഏതെല്ലാം അബദ്ധത്തിൽ ചെന്നപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പൊന്നു മുഅ്മിനേ, 24 മണിക്കൂറും എന്ന പോലെ അവരുടെ കൂടെ നടക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ റബ്ബിലേക്ക് ഏൽപ്പിച്ച് അള്ളാഹു ഏറ്റെടുക്കുന്ന അൽക്കാറുകൾ ചൊല്ലിയിട്ട് അവരെ വീട്ടിൽ നിന്ന് ഇറക്കാവൂ ഉമ്മ, അവരെ വീട്ടിൽ നിന്ന് ഇറക്കാവൂ ഉപ്പ. ആ കാര്യം ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു അവനങ്ങോട്ട് ഏറ്റെടുക്കണം. അതിനാവശ്യമായ ദിക്ർ ചൊല്ലിയിട്ട് മക്കൾ കോളേജിലേക്ക് ആയിക്കോട്ടെ, സ്കൂളിലേക്ക് ആയിക്കോട്ടെ, എങ്ങോട്ടായിക്കോട്ടെ അവർ പോകുന്നത്.
പെട്ടെന്ന് പൊല്ലാപ്പിൽ പെട്ടുപോകൂലേ, പെട്ടെന്ന് കെണിവലയത്തിൽ പെട്ടുപോകൂലേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുത്തുറസൂൽ അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ചെല്ലാൻ പഠിപ്പിച്ചൊരു ദിക്റുണ്ട് പ്രത്യേകം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിലിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഈ ദിക്റങ്ങ് ചൊല്ലിയാണ് ഒരാൾ വീട്ടിൽ നിന്നിറങ്ങുന്നതെങ്കിൽ എല്ലാ തരത്തിലുള്ള ഫിത്നകളിൽ നിന്നും വലാലത്തിൽ നിന്നും അല്ലാഹു അയാൾക്ക് സംരക്ഷണം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയല്ലോ, ചെറിയ ഒരു ദിക്റല്ലേ. ഒരു കത്തി കൊടുക്കാൻ, കത്തി. എല്ലാവരും അവിടെ ഇരിക്കുക, എല്ലാവരും കൂടി കണ്ട് പോയിട്ട് ബുദ്ധിമുട്ടണ്ട. ബേജാറാവണ്ട, എല്ലാവരും കൂടി അങ്ങോട്ട് ഓടി പോയി പ്രശ്നമാക്കണ്ട. ആരെയൊന്നും കത്തിയില്ലേ? ബേജാറാവണ്ട, ബേജാറാവണ്ട. ഇൻഷാ അല്ലാഹ് അല്ലാഹു സലാമത്താക്കട്ടെ, അല്ലാഹു സലാമത്താക്കട്ടെ. ഒരു കയറ് കുടുങ്ങിയ പ്രശ്നമാണ്, അല്ലാഹു റാഹത്തിലാക്കട്ടെ. കുഴപ്പമില്ല, ചെറിയൊരു കുട്ടിയാണ്, കളിക്കുന്നതിൻ്റെ ഇടയിൽ കയറ് കഴുത്തിൽ കുടുങ്ങിയതാണ്. അല്ലാഹു സലാമത്താക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കട്ടെ. എല്ലാ ഷറുകളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി എല്ലാവരും അങ്ങോട്ട് പോകണ്ട, ഇവിടെ വന്നിരുന്നോളി. കിട്ടിയില്ലേ? കിട്ടിയില്ലേ? മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക. ശരിയായി, അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബുദ്ധിമുട്ടും തീർത്തു കൊടുക്കട്ടെ. എല്ലാ മുസീബത്തുകളെ തൊട്ടും അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇനി എല്ലാവരും കേട്ടിരുന്നോളി. പഴയ കാലത്തൊക്കെ ഏകദേശം ആളുകൾ അരയിൽ കത്തിണ്ടാവുമായിരുന്നു, അപ്പോൾ അതൊന്നുമില്ലല്ലോ. ശ്രദ്ധിക്കുക. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെയൊക്കെ സംരക്ഷിക്കട്ടെ. അങ്ങനത്തെയൊക്കെ എല്ലാ ഇടങ്ങാറുകളത്തുള്ള അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിന്നോട് പറഞ്ഞൊരു ചെറിയ 1.5 വയസ്സുള്ളൊരു കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചൊരു കാര്യം. ഉമ്മ അടുപ്പത്ത് കുട്ടീനെ തലയിലൊക്കെ എണ്ണിട്ടെടുത്ത് കുളിപ്പിക്കാൻ ഒരുങ്ങിയതാണ്. അപ്പോഴത്തേക്കെന്തോ ഗ്യാസ് വെള്ളം മറിച്ചു. ഗ്യാസിൽ വെള്ളം അടുപ്പത്ത് വെച്ച് അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ പോയപ്പോഴത്തേക്ക് കുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചു പോകുന്നൊരവസ്ഥ. അല്ലാഹു അങ്ങനത്തെ അബദ്ധങ്ങളെ തൊട്ടൊക്കെ കാക്കട്ടെ. എല്ലാ കാര്യത്തിലും അല്ലാഹു ഖൈറും റാഹത്തും നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഇലാഹായ റബ്ബിൻ്റെ ഈ ഭൂമിയിൽ നാം എന്തൊക്കെ നിഅമത്തുകൾ അനുഭവിക്കുന്നുവോ അതിനെന്ത് നീ നന്ദി ചെയ്തു എന്നൊരു ചോദ്യം അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതിന് മറുപടി പറയാൻ കഴിയണം, അതിന് റാഹത്തായി വിജയിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അതിനൊക്കെ ഏറ്റവും നല്ല വഴി ദിക്റാണ്. വീട് അള്ളാഹു ചെയ്തെന്ന നിഅമത്താ. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അള്ളാഹിനെ ഓർക്കുക. അഭയത്തിന് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിലിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. അള്ളാഹിനോട് തേടുകയാണ്. നമ്മുടെ പൊന്നു മക്കളൊക്കെ ഇന്നത്തെ സാഹചര്യത്തിൽ കോളേജുകളിലേക്ക് പോകുമ്പോൾ, സ്കൂളുകളിലേക്ക് പോകുമ്പോൾ ഈ ദിക്ർ ചൊല്ലിയിട്ട് വേണ്ടേ പോകാൻ? എന്താ റബ്ബിനോട് പറയുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ,
ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ തേടാണ്, മിൻ അന്നളില്ല, ഞാൻ പിഴച്ചു പോകുന്നതിനെ തൊട്ട്. പിഴച്ചു പോകും, ഒരു കൂട്ടുകാരൻ മതി, ഒരു കൂട്ടുകാരി മതി പിഴപ്പിക്കാൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പിഴച്ചു പോകുന്നതിനെ തൊട്ട് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. ഞാൻ പിഴച്ചു പോവുക, എന്നെ പിഴപ്പിക്കപ്പെടുക, എൻ്റെ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് പിഴവ് സംഭവിക്കുക, അസില്ല ഔ ഉസല്ല, വല്ല കാലിടർച്ചകളും സംഭവിച്ചു പോവുക, എന്നെക്കൊണ്ട് മറ്റുള്ളവർ അബദ്ധത്തിൽപ്പെടുക, ഞാൻ ആക്രമിക്കപ്പെടുക, ഞാൻ ആക്രമിക്കുക, അക്രമിയാവുക, എന്നെ ആക്രമിക്കപ്പെടുക, ഞാൻ വിവരക്കേട് കാണിക്കുക, എന്നെക്കൊണ്ട് വിവരക്കേട് ചെയ്യിപ്പിക്കുക, ഇങ്ങനത്തെ അവസ്ഥകളെ തൊട്ടൊക്കെ റബ്ബേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. ഈ കാവൽ തേടിയിട്ട് വേണം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാൻ. അതുകൊണ്ടൊക്കെ വലിയൊരു ഹിഫ്ള് ഹിമായത്ത് അള്ളാഹു നമുക്ക് തരുമല്ലോ. ശൈത്താൻ്റെ ശല്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുമല്ലോ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ വീട്ടിലേക്ക് തിരിച്ചു കയറുമ്പോഴും ഇലാഹായ റബ്ബിനെ ഓർത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ പിശാചിന് രാപ്പാർക്കാൻ കഴിയില്ലെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വീട്ടിലും പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവും, ഏത് വീട്ടിലും പിശാച് താമസിക്കും. എന്നാൽ ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഇലാഹായ റബ്ബിനെ ഓർത്ത് അള്ളാഹുവിന്റെ പേരുച്ചരിച്ചാണ് കയറുന്നതെങ്കിൽ ബിസ്മില്ലാഹി വലജ്ന ബിസ്മില്ലാഹി ഖറജ്ന വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ, ഈ ദിക്റങ്ങ് ചൊല്ലിയ വീട്ടിലേക്ക് കയറുന്നതെങ്കിൽ ആ വീട്ടിൽ പിന്നെ പിശാചിന് രാപ്പാർക്കാൻ കഴിയില്ല. പിശാചുക്കളുടെ നേതാവ് അനുയായികളോട് പറയും, ലാ മബീത ലക്കുമുൽ യൗം, ഇന്നേ ഇവിടെ രാപ്പാർക്കാൻ പറ്റൂല. എന്തേ അനുയായികളുടെ ചോദ്യം? ഈ വീട്ടുകാർ വീട്ടിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിട്ടാണ് കയറിയിട്ടുള്ളത്. അതുകൊണ്ട് അവരെ അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. മാലാഖമാരുടെ സംരക്ഷണം അവർക്ക് ഇതാ കിട്ടാൻ പോവാൻ. അതുകൊണ്ട് വരൂ, നമുക്ക് പാർക്കാൻ പറ്റിയ വീടുകൾ വേറുണ്ട് എന്ന് പറഞ്ഞ് അള്ളാന്റെ പേര് ചൊല്ലി വീട്ടിലേക്ക് കയറിയാൽ ആ വീട്ടിൽ നിന്ന് പിശാച് മറ്റുള്ള വീട്ടിലേക്ക് മാറിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കൂല. അപ്പോൾ പെട്ടെന്ന് പിശാചിന് നമ്മൾ പിടുത്തം കിട്ടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലജി വഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്നാ ബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബനാ തവക്കൽനാ. ഈ വചനത്തിന്റെ കരുത്തിലാവണം മുഅ്മിനെ നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത്. സംരക്ഷണം ഉറപ്പാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചുരുക്കത്തിൽ വീട് എന്നത് റബ്ബ് ചെയ്തെന്ന നിഅമത്താൻ. അള്ളാഹു ഇങ്ങനെയൊക്കെ സൗകര്യപ്രദമായൊരു വീട് നമുക്ക് തന്നിട്ട് ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പടച്ച റബ്ബിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പരലോകത്തൊരു സന്തോഷത്തിൻ്റെ വീട് നമുക്ക് കിട്ടുമോ? ഇവിടെ അള്ളാഹു ഒരു വീട് തന്നു, ഇവിടെ റാഹത്തുള്ളൊരു വീട് അള്ളാഹു തന്നു. എന്നാൽ ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ, അവിടെ കാണുന്നത് പലതും അല്ലാഹുവിന് പൊരുത്തമില്ലാത്തത്, അവിടെ നിന്ന് കേൾക്കുന്നതിൽ പലതും അല്ലാഹുവിന് പൊരുത്തമില്ലാത്തതാ, അവിടെയുള്ള സംസാരങ്ങൾ റബ്ബിന് പൊരുത്തമില്ലാത്തതാ. എങ്കിലെൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഇവിടെ അല്ലാഹു തന്ന വീട്ടിൽ നടക്കുന്നത് അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നാളെ പരലോകത്ത് സന്തോഷത്തിൻ്റെ ഒരു വീട് നമുക്ക് ലഭ്യമല്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ പോലും കഴിഞ്ഞ ആഴ്ച ഒരു മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു മരിച്ച വീട്ടിൽ പോയി. ആ മരിച്ച വീട്ടിൽ നിന്ന് ദാരിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു ചെറിയ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടു. മനോഹരമായി ഖുർആൻ ഓതുന്നൊരു ശബ്ദം. അപ്പം എൻ്റെ അടുത്തുള്ള ആൾ പറയും ചെയ്തു, പഴയ കാലത്തൊക്കെ അങ്ങനെ വീടിൻ്റെ പരിസരത്തൂടെ പോകുമ്പം കേട്ടിരുന്ന ശബ്ദമാണിത്. ഇപ്പം അതൊന്നുമല്ല, ഇപ്പം ഇടിയും അടിയും ഓരോ തരത്തിലുള്ള കമാൻഡുകളും സംസാരങ്ങളും. സുബ്ഹാനല്ലാഹ്, ഇപ്പം അതല്ലേ ടി വിയിൽ നിന്നുള്ള ശബ്ദങ്ങളല്ലേ കേൾക്കുന്നത്. ആ ഖുർആൻ്റെ മനോഹരമായ ഒരു ശബ്ദം, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മടങ്ങൽ തന്നെയാ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
ആ മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഖുർആൻ്റെ ആ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നൊരു അന്തരീക്ഷം ഉണ്ടാവണം. ഖുർആൻ തീരെ ഓതാത്ത വീട്, അള്ളാൻ്റെ ദീനുമായിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ലാത്തൊരു വീട്, അതൊരു ഖബർ സമാനമാണല്ലോ. മഅദല്ലാ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക മുഅ്മിനെ. പ്രത്യക്ഷത്തിൽ ഖുർആനെ തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഖുർആനിൽ നിന്ന് നമ്മളെ അകറ്റാൻ ചില കുൽസിത ശ്രമക്കാരും കുബുദ്ധികളും ദുഷ്ടശക്തികളും നമ്മളെ താല്പര്യപ്പെടുത്തുന്ന പല പരിപാടികളും നമ്മളറിയാതെ നമ്മളെ വീട്ടിലെത്തിച്ചു. പണ്ട് ഖുർആൻ ഓതിയിട്ട് വയല് കേട്ടിട്ട് കരഞ്ഞ വല്യമ്മ സീരിയൽ കണ്ടിട്ട് ഇശാമരിബിൻ്റെ ഇടയിൽ കരയാണ്. ഖുർആൻ ഓതിയാൽ കരച്ചിൽ വരൂല, വയല് കേട്ടാൽ കരച്ചിൽ വരൂല. എന്ത് ഖബറും മഹ്ശറും നരകം പറഞ്ഞിട്ട് കാര്യമല്ല, ഒന്നിപ്പോൾ വിഷയമല്ല. സീരിയൽ കാണുമ്പോഴത്തേക്ക് നെഞ്ഞ് പൊട്ടാണ്, വല്യമ്മ കരയാണ്. എന്തൊരു നിലവിളിച്ചലാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിപ്പോയത് അത് വലിയ ഒരു അധപ്പതനം തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം ഒരു ശക്തിക്കും നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയൂല. ഇത് മനസ്സിലാക്കിയിട്ട് ആ ഖുർആനിൽ നിന്ന് നിങ്ങൾ അകലൂന്ന് പറഞ്ഞാൽ അകലൂലല്ലോ. അപ്പോൾ പിന്നെ ഖുർആനിൽ നിന്ന് നമ്മളെ അകറ്റാനായി താല്പര്യപ്പെടുത്തുന്ന പലതും ഈ പെട്ടിയിലൂടെ നമ്മുടെ വീട്ടിലേക്കെത്തി. നമ്മളറിയാതെ അതിൻ്റെ ആളായപ്പോൾ ഇത് നമ്മളെ കൽബിൽ നിന്ന് അങ്ങോട്ട് പുറത്തു പോയി. പിന്നെ ഒരു തരം ജീവച്ചവങ്ങളായി നമ്മൾ മാറി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത്തരം കുതന്ത്രങ്ങളൊക്കെ തിരിച്ചറിയാനുള്ളൊരു ഈമാനെങ്കിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തരട്ടെ. എൻ്റെ മുഅ്മിനീങ്ങളെ, ഇത് ശ്രദ്ധിക്കണം. നമ്മളെ താൽക്കാലിക സുഖങ്ങളും രസങ്ങളും അതിൻ്റെ പിന്നാലെ പോയി എന്നേക്കുമുള്ള പരാജയം ഏറ്റുവാങ്ങരുതേ. അതുകൊണ്ട് അല്ലല്ലോ വീട് വലിയ അനുഗ്രഹമാണ്, അത് തന്നതിനെന്താണ് നന്ദി ചെയ്തതെന്ന ചോദ്യമുണ്ടാകും. ധരിച്ച് നടക്കുന്ന 2 ചെരുപ്പുണ്ടല്ലോ. ഈ യാചകനോട് ഹബീബായ നബി തങ്ങൾ പറയുകയാ, അല്ല മനുഷ്യായെ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ നിങ്ങൾക്ക് ചെരുപ്പ് ധരിക്കാതെ യാചിച്ച് നടക്കാൻ കഴിയുമോ? ഈ ചെരുപ്പ് തന്നതാരാ? അഖിലാണ്ട കടാഹത്തിന്റെ അധിപനായ അല്ലാഹുവല്ലയോ? ഈ ചെരുപ്പ് നിങ്ങൾ ധരിച്ചതിന് എന്താണ് നിങ്ങൾ നന്ദി ചെയ്തതെന്ന് പോലും അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യമുണ്ടാകുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ അദബുകളുണ്ട്, അത് പാലിക്കണം. അതന്നെ അതിന്റെ നന്ദി. ധരിക്കുമ്പോൾ വലത്തെ കാലിലെ ചെരുപ്പ് ധരിക്കാൻ ശ്രദ്ധിക്കണം. ഏതു ചെരുപ്പാണ് സഹോദരങ്ങളെ ആദ്യം ധരിക്കേണ്ടത്? മുത്തുനബി പറയുന്നു, നിങ്ങൾ ആദ്യം ധരിക്കേണ്ടത് വലത് കാലിന്റെ ചെരുപ്പാണ്. ചെരുപ്പ് അഴിച്ചു വെക്കുമ്പോൾ ആദ്യം അഴിച്ചു വെക്കേണ്ടത് ഇടതുകാലിന്റെ ചെരുപ്പാണ്. അല്ല മൊയ്ലിയാർ, എത്ര ആൾക്കാരൊക്കെ കൂടിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ചെരുപ്പ് അഴിക്കുന്നതും കാര്യമാണോ പറയാനുള്ളത്? അതൊക്കെ ഇപ്പൊ വലിയ വിഷയമാണോ? അത് വലിയ വിഷയമാണ്. അത് വലിയ വിഷയം. ഒരു ദിവസത്തിൽ എത്ര തവണയാണ് നമ്മൾ ചെരുപ്പ് ധരിക്കുന്നത്? വീട്ടിൻ്റെ പുറത്തേക്കൊരു ചെരുപ്പാണ്, വീട്ടിൻ്റെ ഉള്ളിലേക്കൊരു ചെരുപ്പാണ്, ബാത്റൂമിലേക്ക് വേറെ ചെരുപ്പാണ്. പല തവണ നമ്മൾ ചെരുപ്പ് ധരിക്കുന്നു, അഴിച്ചു വെക്കുന്നു. നിങ്ങൾ ചിന്തിക്കേണ്ട മുഅ്മിനെ, ഈ ഒരു വിഷയത്തിൽ ഞാൻ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത് കാലിലെ ചെരുപ്പ് ധരിക്കും, അഴിച്ചു വെക്കുമ്പോൾ ഇടത് കാലിലെ ചെരുപ്പ് അഴിച്ചു വെക്കും. ഇത് മുത്ത് റസൂലിൻ്റെ ചര്യ, അത് പിൻപറ്റാൻ എന്നോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടായാൽ എത്ര സുന്നത്തുകളാണ് ഒരു ദിവസത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബ നബി തങ്ങളെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ലേ, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്ജിബുഹു തയാമുന ഫീ ശഅനിഹി കുല്ലിഹി. ഏതൊരു നല്ല കാര്യത്തിലും വലതുഭാഗത്തെ മുന്തിക്കുന്നത് മുത്തുനബിക്ക് ഭയങ്കര ഇഷ്ടാൻ, വലിയ താല്പര്യ. എന്നിട്ട് പറഞ്ഞു, ഫീ തഹൂരിഹി വതറജ്ജുലിഹി വതനഉലിഹി. ശുദ്ധി വരുത്തുമ്പോൾ വലതുഭാഗത്തെ മുന്തിക്കും. വതറജ്ജുലിഹി, മുടി ചീകുന്ന കാര്യത്തിൽ പോലും വലത് ഭാഗത്തെ മുന്തിക്കുമായിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടാവുമല്ലോ പലരുടെയും പോക്കറ്റിൽ തന്നെ ചെറുപ്പുണ്ടാവും. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഒരു തെറ്റുമില്ല. ഒന്ന് കാറ്റടിച്ചപ്പോഴത്തേക്ക് മുടി അവർ ചീകി വെക്കും, ആയിക്കോട്ടെ, വിരോധമല്ല. പക്ഷെ എൻ്റെ സഹോദര, ആ മുടി ചീകുന്ന സമയത്ത് എൻ്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തുനബിയും യാത്രയിൽ കൂടെ ചീർപ്പ് കൊണ്ടുപോയിരുന്നു. വൽ മിർആത്തു, കണ്ണാടിയും ഉണ്ടായിരുന്നു. വസ്സിവാക്കു, മിസ്വാക്കുണ്ടായിരുന്നു.
ഹബീബിന്റെ കൂടെ വത്വീബു സുഗന്ധമുണ്ടായിരുന്നു. ഇതൊക്കെ യാത്രയിൽ കൊണ്ടു നടന്നിരുന്നു. പ്രധാനപ്പെട്ട യാത്രയിലൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവ ചീർപ്പ് കൂടെ കൊണ്ടു നടന്നോ, വിരോധമൊന്നുമില്ല. പക്ഷെ മുടി ചീകുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം, എൻ്റെ നേതാവിനെ പിൻപറ്റാനാ. ഇലാഹായ റബ്ബിലേക്കുള്ള ഒരേ ഒരു വഴി അത് മുത്തുനബിയെ പിൻപറ്റലാ, ഹബീബായ നബിയെ പിൻപറ്റലാണ് ഇലാഹായ റബ്ബിലേക്ക് എത്താനുള്ള വഴി. എന്തിലാ പിൻപറ്റേണ്ടത്? എന്തിലും ഹബീബിന്റെ വാക്കിലും പ്രവർത്തനത്തിലും എല്ലാത്തിലും പിൻപറ്റണം. അവ മുടി ചീകുമ്പോൾ പോലും എൻ്റെ നബി ആദ്യം വലതു ഭാഗം കൊണ്ട് തുടങ്ങി, അതുകൊണ്ട് ഞാനും തുടങ്ങുന്നു. ബിസ്മില്ല. കൂലിയാണ് സഹോദരാ സഹോദരി, മുടി ചീകുന്നതിന് കൂലിയാണ്. അങ്ങനെയാ എന്നോട് പറഞ്ഞതെന്റെ നബിയെ മുറുകെ പിടിക്കാനാണ്. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരാൾ അൽഹംദുലില്ലാ അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി, ആ നോട്ടം കൂലിയായി. കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് തിരിഞ്ഞ് കളിക്കുകയാണ്, എത്ര നേരാണ്. അങ്ങോട്ടും വാർന്ന് ഇങ്ങോട്ടും വാർന്ന്, അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി, ആയിക്കോട്ടെ. പക്ഷെ ആ നോക്കുന്ന സമയത്ത് ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി, അല്ലാഹ് എൻ്റെ രൂപത്തെ നീ നന്നാക്കി തന്നതുപോലെ എൻ്റെ സ്വഭാവത്തെയും നന്നാക്കണേ. അങ്ങനെ ഒരു വാക്ക് പറയലോടുകൂടെ അത് ഇബാദത്തായില്ലേ? അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ മേഖലയിലും ദീന് പറയുന്നൊരു കാര്യമുണ്ട്, അത് മുറുകെ പിടിച്ചാൽ വലിയ കൂലിയ. അള്ളാഹു തൗഫീക്ക് തരട്ടെ, എനിക്കുള്ളൊരു മനസ്സല്ലാഹു തരട്ടെ. തനഉലിഹി, ചെരുപ്പ് ധരിക്കുന്ന വിഷയത്തിലും ഇങ്ങനെയായിരുന്നു, വലതുഭാഗത്ത് മുന്തിക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങളോടും പറയാനുള്ളത്, ഇദൻ തഅല അഹദുക്കും ഫൽയബ്ദഅ ബിൽ യുംന, നിങ്ങൾ ആര് ചെരുപ്പ് ധരിക്കുകയാണെങ്കിലും ആദ്യം വലത് കാലിൻ്റെ ചെരുപ്പ് ധരിക്കുക. ഫഇദൻ നസഅ ഫൽയബ്ദഅ ബിശ്ശിമാൽ, അഴിച്ചു വെക്കുമ്പോൾ ഇടത് കാലിൻ്റെ ചെരുപ്പ് അഴിച്ചു വെക്ക്, അതിന് കൂലിയാണ്. അതാണ് കുടിക്കുന്ന പച്ചവെള്ളമെന്ന നിഅ്മത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആ കാര്യത്തിലും ചോദ്യമുണ്ടാകും. യാ അല്ലാഹ്, വെള്ളമാണ് ഇപ്പം ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം. വെള്ളത്തിന് വേണ്ടി തമ്മിൽ സംഘടനകളും കച്ചറകളും കുലുമാലുകളും യുദ്ധങ്ങളും ഉണ്ടാകാൻ തുടങ്ങിയാൽ പിന്നെ മുമ്പിൽ ആഖിറുസ്സമാനാണ്, ഖിയാമന്നാളാണ്, ശ്രദ്ധിക്കണേന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ കണ്ടുവരികയല്ലേ, ഈ വെള്ളം എന്നുള്ള നിഅ്മത്ത് ചില്ലറയാണോ? മഴ നന്നായി പെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. പക്ഷെ എവിടെ മഴ? ആർക്ക് കഴിയും ഒരു കൊല്ലന് തീരെ ഒരു തുള്ളിയും പെയ്തില്ല എന്ന് വിചാരിക്കുക? ആർക്ക് കഴിയും മനുഷ്യനാവശ്യമായ നിലക്ക് വെള്ളം ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ? കഴിയൂല മുഅ്മിനേ, കഴിയൂല. അള്ളാൻ്റെ നിഅ്മത്താ. അതുകൊണ്ടാ ഒരൊറ്റ ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാൽ അപ്പോൾ ചൊല്ലുമായിരുന്നു മുഹമ്മദ് മുസ്തഫ, അൽഹംദുലില്ലാഹില്ലദീ സഖാനി അസ്ബൻ ഫുറാതൻ ബിറഹ്മതിഹി വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ. പച്ചവെള്ളത്തിൻ്റെ സ്പെഷ്യൽ ദിക്റാണ് അൽഹംദുലില്ലാഹില്ലദീ സഖാനി അസ്ബൻ ഫുറാതൻ ബിറഹ്മതിഹി വലം യജ്അൽഹു മിൽഹൻ ഉജാജൻ ബിദുനൂബിനാ. മുഅ്മിനെ, പച്ചവെള്ളം വലിയ നിഅ്മത്താണ്. നമ്മൾ ജനിച്ചത് മുതലേ കിണറ്റിലും തോട്ടിലും പുഴയിലൊക്കെ ഇഷ്ടം പോലെ ഇതിങ്ങനെ കാണുന്നത് കൊണ്ട് ഇതിൻ്റെ വില നമുക്ക് തിരിയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കണം, ഇതെത്ര വലിയ നിഅ്മത്താണ്. മഴ തീരെ പെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഞാനല്ലടോ ഇത് നിനക്കിറക്കി തരുന്നത്, ഇതിൽ നിനക്ക് വല്ല പങ്കുണ്ടോ? അൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജാ. ആകാശത്തു നിന്ന് മനോഹരമായ രൂപത്തിൽ മഴയെ സംവിധാനിച്ച് ഇറക്കി തരുന്നത് നാമല്ലയോ? നിനക്കതിലെന്ത് പങ്കുണ്ട്? ഒരു പങ്കുമില്ല.
ഇവിടെ എല്ലാം അങ്ങനെയാണ്. അള്ളാഹുവാണെല്ലാം, നമുക്ക് എന്ത് പങ്കുണ്ട്? അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ വഖലഖനാകും അസ്വാജാ വജഅൽനാ നൗമകും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മആശാ വബനൈനാ ഫൗകകും സബഅൻ ശിദാദാ وجعلنا سراجا وخاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا. അള്ളാഹു മനുഷ്യനെ ചോദ്യം ചെയ്യാൻ, ഞാനല്ലടോ നിങ്ങൾക്ക് എന്ത് പങ്കുണ്ട്? അലം നജഅലിൽ അർള മിഹാദ, ഒരു കുട്ടിക്ക് കളിത്തൊട്ടിലെന്ന പോലെ ഈ ഭൂമിയെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്ന ഞാനല്ല, നിങ്ങൾക്ക് ഇതിൽ എന്ത് പങ്കുണ്ട്? വൽ ജിബാല ഔതാദ, ഈ ഭൂമി ഇങ്ങനെ നിൽക്കാൻ ആവശ്യമായ പർവ്വതം സംവിധാനിച്ച് ആണി പോലെയാക്കി തന്നത് ഞാനല്ലേ, നിങ്ങൾക്ക് എന്ത് പങ്കുണ്ട്? വജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങളെ ഉറക്ക നല്ല വിശ്രമമാക്കി തന്ന നാമല്ലേ, നിങ്ങൾക്കെന്ത് പങ്കുണ്ട്? ഇന്ന് ഒരു 3 ആളെങ്കിലും ഇനി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉറക്കില്ലാതെ അടങ്ങാറാവുകയാണ്, ദുആ ചെയ്യണം. ഉറക്കില്ല എന്നുള്ളതാണെന്ന് കൊണ്ടോട്ടി ക്ലാസ്സിൽ പങ്കെടുക്കാനെത്തിയ ഒരു സഹോദരനും 2 സഹോദരിമാരും എന്നോട് പറഞ്ഞു, ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അടങ്ങാറ് ഉറക്കില്ല എന്നുള്ളതാണ്, ദുആ ചെയ്യണമെന്ന്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ കൂട്ടത്തിൽ അങ്ങനെ ബുദ്ധിമുട്ടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സലാമത്ത് നൽകട്ടെ. നേരത്തിന് ഖൈറായ നിലക്ക് ഉറങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ. നിങ്ങൾ ചിന്തിക്കുക, അതൊക്കെ ഇല്ലാതാകുമ്പോഴേ അതിൻ്റെ വില അറിയൂ. തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കിടന്നിട്ട് ഒരു രാത്രിക്ക് 1000 രാത്രിയുടെ നീളായിരിക്കും. അല്ലാഹുവേ, അവർ സങ്കടത്തോടുകൂടെ പറയാണ്, പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ സുഖമായിട്ട് കുറച്ച് നേരം അങ്ങോട്ട് കടന്ന് കണ്ണ് പൂട്ടി അപ്പോഴത്തേക്ക് ഉറങ്ങാൻ. എപ്പോഴാണ് ഉറങ്ങിയത് അല്ലാഹു അറിയാം. കുറച്ച് നേരം അങ്ങനെ കടന്നിട്ടുണ്ട്, പിന്നെ ഏത് സമയത്താണ് ഉറങ്ങിയ സമയം പോലും കൃത്യമായിട്ട് നമുക്കറിയില്ല. നിങ്ങൾ വിചാരിച്ചോ അതൊക്കെ നമ്മളെ കഴിവാൻ? അല്ല മുമ്മിനെ, അതൊന്നും പ്രശ്നമുള്ള സ്ഥലം ഗുളിക കുടിച്ചാൽ പോരെ. ഗുളിക സുബാത്തല്ല. വജഅൽനാ നൗമക്കും സുബാത്ത, നിങ്ങളെ ഉറക്കം ഞാൻ നിങ്ങൾക്ക് നല്ല വിശ്രമാക്കി തന്നു എന്നാണ് പറഞ്ഞത്. ഗുളിക കുടിച്ചിട്ട് നമ്മളങ്ങോട്ട് കൊന്നിടുകയാണ്, അത് നമുക്ക് റാഹത്തല്ല നൽകുന്നത്, പിന്നീട് അതിനേക്കാൾ വലിയ പ്രയാസ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അമീൻ പറഞ്ഞേക്ക്, അള്ളാഹു കാക്കട്ടെ. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലാതെ നേരത്തിന് റാഹത്തായി ഉറങ്ങാൻ. എന്നാൽ അമിതമായ ഉറക്ക് അതും ഇടങ്ങാറാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അമിതമായ ഉറക്ക് പകലും രാവും കിട്ടിയ സമയത്തൊക്കെ ഉറങ്ങുന്ന സ്വഭാവമുള്ള ചില ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു ഇൽമിൻ്റെ സദസ്സിലേക്ക് എത്തിയാൽ, ഏതെങ്കിലും ഒരു ദിക്റിൻ്റെ സലാത്തിൻ്റെ സദസ്സിൽ ദിക്റിൻ്റെ സദസ്സിലേക്ക് എത്തിയാൽ അപ്പോഴത്തേക്ക് എവിടുന്നാ ഉറക്ക് വരുന്നതെന്ന് അറിയില്ല. അതും വല്ലാത്തൊരു ഇടങ്ങാറ്. അതിനെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ചുരുക്കത്തിൽ ഉറക്ക് ഭയങ്കര നിയമത്തല്ലേ. നിങ്ങളുടെ ഉറക്ക് നിങ്ങൾക്ക് വിശ്രമമാക്കി തന്ന നാമല്ലയോ? നിങ്ങളെ ഇണകളായി തുണകളായി പടച്ചത് നാമല്ലയോ? നിങ്ങൾക്കെന്ത് പങ്കുണ്ട്? നീ ആണായതിൽ സഹോദരാ നിനക്കുള്ള പങ്കെന്താ? നീ പെണ്ണായതിൽ സഹോദരി നിനക്കുള്ള പങ്കെന്താണ്? മാതാപിതാക്കൾക്കുള്ള പങ്കെന്താണ്? അത് റബ്ബിന്റെ കാര്യമാ, അള്ളാഹുവിന്റെ നിയന്ത്രണമാണ്. അതൊക്കെ ഞാനല്ലേ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്ത് പങ്കുണ്ട്? ലിബാസ, ഈ രാത്രിയെ മനോഹരമായ വസ്ത്രം പോലെ നിങ്ങൾക്ക് സംവിധാനിച്ചെന്ന് ഞാനല്ലേ, നിങ്ങൾക്ക് എന്ത് പങ്കാളുള്ളത്? അല്ല. ഇന്നിപ്പോൾ സമയതാ 10:30 മണിയായി. ഞാൻ അവസാനിപ്പിക്കാൻ 10:30 മണിയായി. നിങ്ങൾ പറ, ഇന്ന് രാത്രി ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് കഴിയുമായിരുന്നോ ഇങ്ങനെ രാത്രിയെ ഉണ്ടാക്കാൻ? സമയം 10:30 മണിയായി. എല്ലാവരുടെയും വാച്ചിലും മൊബൈലും ക്ലോക്കിലും ഒക്കെ 10:30 മണി. പക്ഷെ റബ്ബേ, സൂര്യൻ അസ്തമിച്ചു കാണുന്നില്ലല്ലോ, എന്തു പറ്റി? ആർക്ക് കഴിയും ഒരു സൂര്യനെ അസ്തമിപ്പിച്ച് ഒരു രാവ് കൊണ്ടുവരാൻ? കഴിയൂല മുഅ്മിൻ. അത് അള്ളാഹുവിൻ്റെ തീരുമാനാണ്. രാവിലും പകലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ രാത്രിയായി, നമ്മളൊക്കെ വയലൊക്കെ കഴിഞ്ഞു പോയി, ഭക്ഷണമൊക്കെ കഴിഞ്ഞു, നിസ്കാരമൊക്കെ കഴിഞ്ഞു, റാഹത്തായിട്ട് കിടന്ന് കുറേ നേരം കിടന്നു. സമയം അങ്ങോട്ട് 7 കഴിഞ്ഞു, 8 കഴിഞ്ഞു, 9, 10 കഴിഞ്ഞു. പക്ഷെ രാത്രി ഇതുപോലെ തന്നെ. ഈ സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ച സൂര്യൻ പിറ്റേന്ന് കിഴക്ക് ഉദിക്കുന്നില്ലെന്ന് കരുതൂ. ലോകത്ത് ഒരു പകല് കൊണ്ടുവരാൻ ആർക്ക് കഴിയും? ഏത് ശാസ്ത്രത്തിന് കഴിയും? അല്ല ചോദിക്കാനെടാ, ഈ പകലിനെ നിങ്ങൾക്ക് ഉപജീവനത്തിന് ഉതകുന്ന വിധത്തിൽ ഇങ്ങനെ സംവിധാനിച്ചത് നാമല്ലേ? നിങ്ങൾക്കതിലെന്ത് പങ്കുണ്ട്? കഴിയുമോ നിങ്ങൾക്ക് ഒരു പ്രഭാതത്തെ കൊണ്ടുവരാൻ? കഴിയുമോ നിങ്ങൾക്ക് ഒരു പ്രദോഷത്തെ കൊണ്ടുവരാൻ? ഒരു രാത്രിയെ ഉണ്ടാക്കാൻ കഴിയുമോ? ഇതൊക്കെ എൻ്റെ എല്ലാ കഴിവുമല്ലേ? എന്നിട്ടെന്തേ നിങ്ങൾ എന്നെ അംഗീകരിക്കാത്തത്?
അല്ലാഹുവിന്റെ ചോദ്യമാണ് മുഅ്മിന്. അതുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങേണ്ടതാണ്. ഇലാഹായ റബ്ബിലേക്ക് മടങ്ങൽ മാത്രമാണ് രക്ഷ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാണ് ഹബീബ് പറയുന്നത്, വൽമാഉൽ ബാരിദ്, തണുത്ത വെള്ളം നിങ്ങൾ കുടിക്കുന്ന പച്ചവെള്ളമുണ്ടല്ലോ, അത് കുടിച്ചാൽ അതിന് എന്ത് നന്ദി ചെയ്തു മറുപടി പറയേണ്ടി വരും റബ്ബിന്റെ കോടതിയിൽ. അതുകൊണ്ട് ആ അള്ളാഹുവിനെ ഭയപ്പെട്ട് റബ്ബിന് കീഴ്പ്പെട്ട് അവന് അനുസരിച്ച് ഇബാദത്തുകൾ അവന് സമർപ്പിച്ച് ജീവിക്കുക, ഇതാണ് നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ. അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനൊക്കെയുള്ളൊരു മനസ്സ് അള്ളാഹു തരട്ടെ. അതിനൊക്കെ തടസ്സമാകുന്ന വിധത്തിലുള്ള പൈശാചിക ശല്യങ്ങളെ തൊട്ട്, ശാരീരിക ഇച്ഛകളെ തൊട്ട്, സാഹചര്യങ്ങളുടെ ഇടപെടലുകളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നാളെ ഇൻഷാ അള്ളാഹ് വിപുലമായ പരിപാടി നമുക്ക് നടക്കാനുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മുഅ്മിനീങ്ങളെ ദുആ ചെയ്യാം. പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു മജ്ലിസാണ്. നമുക്ക് ദുആക്ക് ഇജാബത്ത് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്ത വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. റഹ്മത്തിൻ്റെ മാലാകമാർ ഈ മജ്ലിസിലുണ്ടാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ ദുആ ചെയ്യും, ഇൻഷാ അല്ലാഹ് അവരുടെ ആമീനും നമുക്കുണ്ടാകും. പ്രതീക്ഷയുണ്ട്, അള്ളാഹു നമ്മൾക്ക് ഇജാബത്ത് നൽകട്ടെ. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതാ കുറഞ്ഞ നേരം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദൂരത്തുള്ളവരൊക്കെ ഒന്ന് അടുത്തേക്ക് പോരി, എന്തെങ്കിലുമൊക്കെ ഒരു ഖൈർ ഈ തേട്ടത്തിൻ്റെ ഫലമായി അള്ളാഹു നമുക്ക് തരട്ടെ. ഇങ്ങനത്തെയൊക്കെ മജ്ലിസ് കിട്ടുമ്പോൾ പരമാവധി അടുത്ത് നിൽക്കാൻ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു അടുപ്പം ഖൈറിലേക്ക് നമ്മൾ അടുപ്പിക്കും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാ ഞായറാഴ്ചയും പ്രത്യേകമായൊരു ദുആ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വെച്ച് ഒരുപാട് മുത്തഅല്ലിമീങ്ങളുടെയും ഉസ്താദന്മാരുടെയൊക്കെ ആ ഒരു സംഗമം അവരൊരുമിച്ച് കൂടി നടത്താറുണ്ട്. പലപ്പോഴും പലരും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ 3-ന്റെ ദിവസം അല്ലെ 7-ന്റെ ദിവസം അല്ലെങ്കിൽ ആണ്ടിൻ്റെ ദിവസമൊക്കെ സ്ഥാപനത്തിലേക്ക് ആ കുട്ടികൾക്ക് ആവശ്യമായ ഭക്ഷണം നൽകി മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ വലിയ കിട്ടലാണ്. ആ മരിച്ചവർക്ക് അതുകൊണ്ട് കിട്ടുന്നൊരു സന്തോഷത്രയായിരിക്കും എന്നറിയോ. അള്ളാഹു അതിനൊക്കെയുള്ളൊരു മനസ്സ് നമുക്ക് തരട്ടെ. വാപ്പ മരിച്ചു, നമ്മൾ ദുആ ചെയ്യണം. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, അത് പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ, അതൊരു പവർ തന്നെയാണ്. അവരെ കൊണ്ടൊക്കെ ഒന്ന് ദുആ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഖൈറാണ്. അപ്പോൾ മരിച്ച ദിവസം അന്നും പിന്നെ ഞായറാഴ്ചയുമൊക്കെ പ്രത്യേകമായി അത്തരത്തിലുള്ള ദുആകൾ ഉണ്ടാവാറുണ്ട്. കല്യാണം ശരിയാകാൻ വേണ്ടി അങ്ങനെ ദുആ ചെയ്യിപ്പിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ദുആ കൊണ്ട് ഫലം കിട്ടുന്നെ ചെയ്യും. അപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെയൊക്കെയൊരു സ്ഥാപനം നമ്മളെ പരിസരത്തുണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ നമുക്ക് നേരിടുമ്പോൾ അതൊക്കെ ഒന്ന് റാഹത്തായി കിട്ടാൻ ഇതൊരു അത്താണിയാണ്. അവിടെയുള്ള ഉസ്താദുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് അങ്ങനെയുള്ള ഒരു ദുആ നടത്തി കഴിഞ്ഞാൽ ഫലം തീർച്ചയാണ്, പലർക്കും അനുഭവമാണ്. അള്ളാഹു റാഹത്താക്കുമാറാവട്ടെ. പിന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇപ്പോൾ 200ഓളം മുത്തഅല്ലിമീങ്ങൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചു വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വലിയ അഭിമാനമാണ്. അനവധി കാര്യങ്ങൾക്ക് വേണ്ടി പല നിലക്കും കാശ് ചെലവാക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ഇങ്ങനത്തെ ഖൈറിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ എന്താണെന്നറിയോ, പലതും അള്ളാഹു തആല നമുക്ക് എളുപ്പാക്കി തരും. മറ്റ് പലതിലേക്കും നമ്മൾ ചെലവഴിക്കേണ്ടതില്ലാതെയായി കിട്ടും ഇങ്ങനെ ഖൈറിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ. ഇവിടെ ഒരു മുത്തഅല്ലിമിന് ഒരു വർഷത്തേക്ക് വേണ്ട ഭക്ഷണത്തിന് 25,000 രൂപയാണ് ചെലവ് വരുന്നത്. ഇത് ശ്രദ്ധിക്കണേ. ഒരു മുത്തഅല്ലിമിന് ഒരു വർഷത്തേക്ക് ആവശ്യമായി വരുന്നത് 25,000 രൂപയാണ്.
ഈ കൂട്ടത്തിൽ അതിന് കഴിവുള്ളവർ ഉണ്ട്. അതൊന്നിച്ചു കൊടുക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾക്കതൊരു വർഷം കൊണ്ട് തന്നെ കൊടുത്ത് തീർക്കാവുന്ന വിധത്തിലൊക്കെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ 1000, 5000, 2000, 4000 എന്നുള്ള നിലക്കൊക്കെ ഒരു കൊല്ലം കൊണ്ട് 25,000 കൊടുത്തു തീർക്കാൻ കഴിയുന്ന എത്രയോ സഹോദരീ സഹോദരന്മാർ ഈ കൂട്ടത്തിലുണ്ട്. മുഅ്മിനെ അത് വലിയൊരു ഖൈറാണ്. നിങ്ങൾ മുത്തറസൂലിൻ്റെ പേരിൽ, അസ്ഹാബുൽ ബദരീങ്ങളുടെ പേരിൽ ഒരു 3 ഫാത്തിഹ ഓതി ഈ ഒരു സംരംഭത്തോട് സഹകരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ മനസ്സറിഞ്ഞൊന്ന് ദുആ ചെയ്യുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. അല്ലാഹുവേ, സൂറത്തുൽ ഫാത്തിഹയോളം മറ്റൊരു സൂറത്തുല്ലല്ലോ പഠിച്ചോനെ. ഇതാണല്ലോ അഅ്ളമു സൂറ, ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്ത്. ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ, റബ്ബേ, റഹ്മാനെ, റഹീമെ, ഗഫൂറെ, ജവാദെ, സത്താറെ, ഫത്താഹെ, വദൂദെ, ഹഫീലെ, മുഅ്മിനെ, മുഹൈമിനെ, മലിക്കെ, ജബ്ബാറെ, ഖുദ്ദൂസെ, വഹാബെ, മുത്തകബ്ബിറെ, ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇജാബത്ത് നൽകണേ പഠിച്ചോനെ, ഇജാബത്ത് നൽകണേ പഠിച്ചോനെ. ഇവിടെ ഒരു മുത്തഅല്ലിമിന് ഒരു കൊല്ലത്തേക്ക് വേണ്ടത് 25,000 റുപ്യാണ്. അതൊരു കൊല്ലം കൊണ്ട് കൊടുത്തു തീർത്താലും മതി. ആ സംരംഭത്തിലേക്ക് മുന്നിട്ട് വരുന്നവർക്ക് ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. അവരുടെ ഈമാൻ കൂട്ടണേ അല്ലാഹ്. അവരുടെ രോഗങ്ങളൊക്കെയും ശിഫയാക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും ഐക്യവും ഒരുമയും നൽകണേ അല്ലാഹ്. ആ വീട്ടിൽ വളർന്നു വരുന്ന മക്കളെല്ലാ അർത്ഥത്തിലും ഖൈറിന്റെ മക്കളാവണേ അല്ലാഹ്. എല്ലാ സന്തോഷത്തിനും ആ മക്കൾ കാരണമാക്കണേ അല്ലാഹ്. നിന്റെ ദീന് പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്കാ നൽകുന്നത് ലോകത്തെ പണം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സദഖ ഇൽമിന് വേണ്ടി കൊടുക്കലാ. മനസ്സതിന് പാകപ്പെട്ട് അല്ലാഹുവേ കൊടുക്കാനേൽക്കുന്നവർക്ക് എല്ലാ ഖൈറിന്റെയും റാഹത്തിന്റെയും സന്തോഷത്തിന്റെയും സലാമത്തിന്റെയും വാതിലുകൾ തുറന്നു കൊടുക്കണേ പഠിച്ചോനെ. എല്ലാ ശർറുകളെ തൊട്ടും അവരെയും കുടുംബത്തെയും കാക്കണേ റബ്ബേ. ബദരീങ്ങളെ പേരിൽ ഓതിയ ഫാത്തിഹയാണ്, അതവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ആ ബദരീങ്ങളെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ക്യാൻസർ എന്ന രോഗത്തെ തൊട്ട് ആ കുടുംബത്തെ തന്നെ കാക്കണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹു സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങൾ ആഗ്രഹമുള്ളവരൊന്ന് പറയും. ഞാനിങ്ങനെ ഒരു പിരിവിന് നിൽക്കലെന്നല്ല, ഏതായാലും അൽഹംദുലില്ലാ ഒന്ന് പറയും. അൽഹംദുലില്ലാ ഒരു സഹോദരൻ ഏറ്റിട്ടുണ്ട്. ഒന്ന് താല്പര്യമുള്ളവർ പറയും. സംഘാടകരൊന്ന് പെട്ടെന്ന് അറിയിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതാ ഒരു കൊല്ലം കൊണ്ട് കൊടുത്താൽ മതി. മുഅ്മിനെ എള്ളപ്പോൾ ഒരു 1000, 500 ഒക്കെ ആയിട്ട് നിങ്ങൾ കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദീന് പഠിക്കുന്നവർക്കാണ് ഭക്ഷിപ്പിക്കുന്നത്. അള്ളാഹു നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് ഭക്ഷിപ്പിക്കും. നിങ്ങളെ കുടുംബം കുഴങ്ങൂല, നിങ്ങളെ മുറാദ് ഹാസിലാവാതിരിക്കൂല. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആരൊക്കെ ഇപ്പോൾ പറഞ്ഞതൊന്ന് പെട്ടെന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് സഹോദരിമാർക്കും കഴിയുന്നവർക്കൊക്കെ അതിൽ പങ്കെടുക്കാം. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. 3-4 ആളുകൾ എഴുന്നേറ്റ് നിന്നിരുന്നില്ല. അപ്പോൾ ഓരോരുത്തരും ഇങ്ങോട്ട് പറഞ്ഞുകൂടി കഴിയുന്നവർ. ഒരു കൊല്ലത്തേക്ക് ഒരു മുത്തഅല്ലിമിന് വേണ്ടത് 25,000 റുപ്യാണ്.
ഇൻഷാ അല്ലാ നിങ്ങൾ മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്തേക്ക്, കഴിയും. അള്ളാഹു ഖൈറിൻ്റെ വാതിൽ തുറന്നു തരും. നിങ്ങൾ മനസ്സിൽ നിയ്യത്ത് ചെയ്തേക്ക്. ജോലിൻ്റെ കാര്യം ശരിയാവാൻ ആഗ്രഹിക്കുന്നവർ, ജോലി ഉണ്ട് പക്ഷേ സംതൃപ്തി കുറവ്, അതൊക്കെ അങ്ങോട്ട് സംതൃപ്തിയായി കിട്ടാൻ നിയ്യത്ത് ചെയ്ത്, മക്കൾക്ക് നല്ല ജോലി കിട്ടാൻ നിയ്യത്ത് ചെയ്ത്, വിദേശത്തുള്ളവർക്ക് ഖൈർ കൂടിക്കിട്ടാൻ നിയ്യത്ത് ചെയ്ത്, അങ്ങനെയൊക്കെ ഒരു നിയ്യത്തുമായി ബന്ധപ്പെടുത്തി ഇൻഷാ അല്ലാ നിങ്ങളിത് ചെയ്തോളൂ. നിങ്ങളോട് ഇപ്പോൾ 25,000 കൊടുക്കണമെന്ന് പറഞ്ഞില്ലല്ലോ, നാളെ കൊടുക്കണമെന്നും പറഞ്ഞില്ലല്ലോ. ഒരു കൊല്ലം കൊണ്ട് ഇൻഷാ അല്ലാ ഏറ്റെടുത്താൽ വലിയ കടാണ്, അത് ചെയ്യും വേണം. തൗഫീഖ് ഉണ്ടാവും ഇൻഷാ അല്ലാ. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. ഇല്ലേ, എഴുത്ത് നടക്കണില്ലേ? ഇല്ലേ? അള്ളാഹു നമുക്ക് സിറാത്ത് പാലം എളുപ്പത്തിൽ വിട്ടുകിടക്കാൻ ഒരു വഴിയാക്കി തരട്ടെ. 3000 കൊല്ലാണ് നരകത്തിൻ്റെ നേരെ മേലെ. അള്ളാൻ്റെ ദീനിന് വേണ്ടി, ഇൽമിന് വേണ്ടി കൊടുക്കല പണം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സദക്ക. ഇങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറാകുന്നതിൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് എളുപ്പത്തിൽ വിട്ടുകിടക്കാൻ തൗഫീക്ക് തരട്ടെ. അള്ളാഹു റാഹത്താക്കട്ടെ. താല്പര്യമുള്ളവർ പെട്ടെന്ന് അങ്ങ് പറഞ്ഞേക്ക് ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ അള്ളാഹു അത് ഏറ്റെടുത്തവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. എല്ലാ ഖൈറും അള്ളാഹു കൊടുക്കട്ടെ. ഈമാൻ അള്ളാഹു കൂട്ടി കൊടുക്കട്ടെ. വലത് കയ്യിൽ കിതാബ് വാങ്ങാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ആപത്തുകളോ അപകടങ്ങളോ മാരകമായ രോഗങ്ങളോ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഹദിയയുടെ നീയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അത് തട്ടി മാറ്റട്ടെ. കുടുംബത്തെ തൊട്ട് തട്ടി മാറ്റട്ടെ. ക്യാൻസർ എന്ന മഹാമാരിയെ തൊട്ട് അള്ളാഹു കാവൽ നൽകട്ടെ. കിഡ്നി സംബന്ധമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാവൽ നൽകട്ടെ. ഈ നന്മയോട് സഹകരിക്കുന്നവർക്ക് അള്ളാഹു എല്ലാ നന്മയും കൊടുക്കട്ടെ. അതുപോലെ ഇനി ഒരു മാസത്തിന് അല്ല ഒരു വർഷത്തേക്ക് ഉള്ളത് മുത്തഅല്ലിമിന് കഴിയില്ലെങ്കിൽ 6 മാസത്തേക്ക് 12,500 റുപ്യാണ്. ഇതൊരു കൊല്ലം കൊണ്ട് അല്ലെ 6 മാസം കൊണ്ടൊക്കെ കൊടുക്കേണ്ട ഒരു സംഗതിയാണല്ലോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ ഏറ്റെടുക്കുക. പിന്നെ കോളേജിൻ്റെ ഒരു ദിവസത്തെ ചിലവ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു ദിവസത്തെ ചിലവ് വരുന്നത് 15,000 റുപ്യാണ്. 25,000 കഴിയുന്ന പോലെ തന്നെ ഏറ്റവും. അതിന് കഴിയാത്തവർ 15,000 റുപ്യ സ്ഥാപനത്തിൻ്റെ ഒരു ദിവസം ബദരിയ ശരീഅത്ത് കോളേജ് ഇൻഷാ അല്ലാ എൻ്റെ ചിലവിൽ നടക്കട്ടെ എന്നൊരാഗ്രഹം, വല്ലാത്തൊരാഗ്രഹമല്ലേ അത് വല്ലാത്തൊരാഗ്രഹമല്ലേ. ഷഫായത്തിന് ഇതിൻ്റെ അഹലുകാർ മൊത്തം പരലോകത്തുണ്ടാവില്ലേ. നമുക്ക് പടച്ചോൻ തൗഫീക്ക് തരട്ടെ. ആമീൻ പറയാനൊരു ഉഷാറ് പോയ റബ്ബേ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. സ്ഥാപനത്തിൻ്റെ ഒരു ദിവസത്തേക്കുള്ള ചിലവ് 15,000 റുപ്യ. ഈ ഒരു നിലയിൽ ഒരു മുത്തഅല്ലിമിൻ്റെ 6 മാസത്തേക്ക് 12,500 റുപ്യ മനസ്സിൽ നിയ്യത്ത് ചെയ്താണ്ട് കൊടുത്തേക്ക്. ആ വിഷയത്തിലൊക്കെ എല്ലാവരും ഏറ്റെടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും തരട്ടെ. അള്ളാഹു മുറാദുകളൊക്കെ ഹാസിലാക്കട്ടെ. ആപത്തുകളൊക്കെ അള്ളാഹു തട്ടിമാറ്റട്ടെ. പ്രത്യേകിച്ച് ക്യാൻസർ എന്ന രോഗം വല്ലാതെ കൂടി വരികയാണ് എന്നൊക്കെ കൊണ്ടോട്ടി ക്ലാസ്സിൽ നിന്നും കഴിഞ്ഞ ആ മുഹറം 10-നൊക്കെ പങ്കെടുത്തവർക്കറിയാം. എത്ര കേസുകളാണെന്നറിയോ. ഈ രോഗം പനി പോലെ വ്യാപിച്ചു വരികയാണ്. വന്നാൽ പിന്നെ മനുഷ്യനെ നശിപ്പിച്ചിട്ട് ആ സമ്പത്തും കുടുംബമൊക്കെ അങ്ങോട്ട് തകർത്തിട്ട് പോകുന്നൊരു അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. അപ്പം അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് നമ്മുടെ റബ്ബിനോട് പറയാം അല്ലാഹു റാഹത്തിലാക്കട്ടെ. ബസലി എന്നൊരു സഹോദരൻ 25,000 റുപ്യ. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അബ്ബാസ് അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. എല്ലാ ഖൈറും അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. എല്ലാ ഷർറുകളും അള്ളാഹു തട്ടി മാറ്റട്ടെ. അതുപോലെ കുട്ടിക്ക് 3 വയസ്സായി, നടക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിക്ക് നടക്കാൻ വയ്യ, അതിൽ വലിയ സങ്കടത്തിലാണ്. പേരൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 25,000 റുപ്യ അവർ ഏറ്റിട്ടുണ്ട്. അള്ളാഹുവേ ജല്ല ജലാലായ റബ്ബേ, ആ കുട്ടിക്ക് നടക്കാൻ കഴിയാത്തത് ഏത് തരത്തിലുള്ള പോരായ്മ കൊണ്ടാണെന്ന് നിനക്കറിയല്ലോ. നീ അതങ്ങ് പരിഹരിച്ച് കൊടുക്കണേ പടച്ചോനെ. ആ കുട്ടി തുള്ളിച്ചാടി നടക്കുന്ന കാണാൻ ആ കുട്ടിയുടെ ബന്ധുക്കൾക്ക് നീ തൗഫീക്ക് കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ നീ അതിനൊരു ഖൈറായ തീരുമാനം ഉണ്ടാക്കണേ പടച്ചോനെ. അള്ളാഹുവേ നീ ഖൈറിലാക്കി കൊടുക്കണമേ റബ്ബേ. ഇങ്ങനെയൊക്കെ നന്മ ഉദ്ദേശിക്കുന്നവർക്ക് നീ നന്മ കൊടുക്കണേ പടച്ചോനെ. അള്ളാഹുവേ നിൻ്റെ ദീന് പഠിക്കുന്നവർക്കാണ് ഈ താല്പര്യപൂർവ്വം ഇതേറ്റെടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് നീ ദീന് കൊടുക്കണേ അല്ലാ. അവരെ ഖൽബ് ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ലാ. സകല വിപത്തുകളെ തൊട്ടും അവരെ കാക്കണേ റബ്ബേ. അള്ളാഹുവേ ജല്ല ജലാലായ റബ്ബേ നീ റാഹത്തിലാക്കണമേ തമ്പുരാനെ. മുഅ്മിനീങ്ങളെ അങ്ങനെ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോയ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ, മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ, മരണപ്പെട്ട ഉമ്മാൻ്റെ പരലോകഗുണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ, ഹലാലായ ഉദ്ദേശം പൂർത്തിയാവാൻ മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഭർത്താവിൻ്റെ അസുഖം മാറാൻ, മരുമകൻ്റെ ഊരവേദന മാറിക്കിട്ടാൻ,
ഉമ്മാൻ്റെ വലിയുപ്പ വലിയുമ്മ എന്നിവരുടെ അസുഖം സുഖപ്പെട്ട് കിട്ടാൻ വേണ്ടി, കാലിലെ അസുഖം സുഖപ്പെടാൻ വേണ്ടി, മരിച്ചുപോയ വലിയുപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഇങ്ങനെയൊക്കെ നമ്മുടെ മജ്ലിസിൽ പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കട്ടെ. മൺമറഞ്ഞവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. ഫസീല എന്നൊരു സഹോദരി, വിവാഹം ശരിയാകാൻ വേണ്ടിയിട്ട് 25,000 റുപ്യ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഉദ്ദേശം നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു ഖൈറായൊരു ബന്ധം അവർക്ക് അടുപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ ജീവിതം സമ്പൂർണ്ണ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ദുനിയാവും ആഖിറും അള്ളാഹു റാഹത്തിലാക്കി കൊടുക്കട്ടെ. ഒരു തടസ്സമില്ലാത്ത നിലക്ക് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമോ ശാരീരികമോ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായും നീക്കി അള്ളാഹു ജല്ല ജലാലായ റബ്ബ് അവർക്കൊരു സന്തോഷമുള്ള ബന്ധം അടുപ്പിച്ചു കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, പരമാവധി എല്ലാവരും സഹകരിക്കണം. നമ്മുടെ ഈ അനുഗ്രഹീതമായ സംഗമം നമുക്കിവിടെ വെച്ച് ദുആ ചെയ്യുക. മാത്രമല്ല, ഈ ഒരു സംഗതിയിൽ മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ സ്ഥാപനം ഇത് നമ്മുടെ നാട്ടിലുള്ളൊരു വെളിച്ചാണ്. ഇത് നമ്മളെ കുടുംബത്തിലെ ഒരു സംഭവമായി നമ്മളിത് കണക്കിലെടുക്കണം. നമ്മുടെ വീടിൻ്റെ ഒരു കാര്യം പരിഗണിക്കുന്നത് പോലെ സ്ഥാപനവുമായൊരു ബന്ധം നമുക്കൊക്കെ ഉണ്ടാവണം. അതുകൊണ്ടൊക്കെ എല്ലാ ഖൈറും നമുക്ക് കിട്ടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അലവി കുട്ടിച്ചാലിൽ ഒരു കുട്ടിയുടെ ചെലവ് ഒരു കൊല്ലത്തേക്ക് 25,000 റുപ്യ. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അള്ളാഹു ഖൈറിലാക്കട്ടെ. ആറ് മാസത്തേക്കായി 2-3 സഹോദരങ്ങൾ ഏറ്റിട്ടുണ്ട്. അൽഹംദുലില്ലാ. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. അബ്ദുൽ നാസർ എന്ന് പറഞ്ഞൊരു സഹോദരൻ, അതേപ്രകാരം അലവി ഖാസിം എന്നൊരു സഹോദരൻ, ഇങ്ങനെയൊക്കെ ചില ആളുകളൊക്കെ അൽഹംദുലില്ലാ അവരേറ്റ് വരുന്നുണ്ട്. അവരെയൊക്കെ മുറാദുകൾ റബ്ബിനറിയും. അള്ളാഹു അതൊക്കെ ഖൈറായ നിലക്ക് ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാ വിജയവും എല്ലാ സന്തോഷവും അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. എല്ലാ പരാജയങ്ങളെ തൊട്ടും അള്ളാഹു അവരെ കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേർന്നതാണ്. ഒരു 11 സ്വലാത്ത് മുത്ത് റസൂലിൻ്റെ പേരിൽ ചൊല്ലി നമുക്ക് അതിയെ ചെയ്യാം. അപ്പോഴത്തേക്ക് താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് പറഞ്ഞേക്ക്, ഇത് വെറുതാകൂല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞതാ കരിയം വീട്ടില് ഉണ്ടായിട്ടില്ലേ? പ്രവർത്തകൻ 3 മാസത്തെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. 3 മാസത്തെ ചെലവ് നമ്മുടെ ഒരു പ്രവർത്തകൻ ഏറ്റിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. 12 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകാൻ വേണ്ടി കോളേജിൻ്റെ ഒരു ദിവസത്തെ ചെലവ് ഏറ്റിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. സാലിഹ്യങ്ങളായ മക്കൾ അള്ളാഹു കൊടുക്കട്ടെ. പിന്നെ മുഹമ്മദ് എന്നൊരു സഹോദരൻ ഹലാലായ മുറാദ് ഹാസിലാകാൻ വേണ്ടി 25,000 റുപ്യ ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ചെലവ്. ഉമർ ഫാറൂഖ് എന്നൊരു സഹോദരൻ ചോലക്കത്തൊടി 6 മാസത്തെ ഒരു മുത്തല്ലിമിന് 6 മാസത്തേക്ക് 12,500 റുപ്യ വെച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരൻ്റെ മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ.
ആയിഷ എന്നൊരു സഹോദരി വീട്ടിൽ മക്കൾക്കുള്ള അസുഖങ്ങളൊക്കെ ഷിഫയായി കിട്ടാൻ വേണ്ടി 25,000 റുപ്യ പടച്ചറബ്ബത് സ്വീകരിക്കട്ടെ. അള്ളാഹു അവരുടെ ഉദ്ദേശം നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു തആല അവരുടെ കയ്യിലേക്ക് ഇതിനേക്കാളൊക്കെ ഇഷ്ടം പോലെ ഖൈറായത് എത്തിച്ചു കൊടുക്കട്ടെ. ഇത്തരം നന്മക്ക് വേണ്ടി ചിലവഴിക്കുന്നവർ അവർക്ക് നല്ലൊരു മനസ്സുണ്ടല്ലോ, അള്ളാഹുയുടെ കയ്യിലേക്ക് ഇതിനേക്കാളൊക്കെ ഇരട്ടി 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 എത്തിച്ചു കൊടുക്കട്ടെ. അതുകൊണ്ടൊക്കെ എല്ലാ ഖൈറും അവർക്കും സമുദായത്തിനും അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാണ്. ഇനി ഈ നന്മയിലേക്കൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ സഹോദരിമാർക്കൊക്കെ ചിലപ്പോൾ ഒറ്റക്കങ്ങോട്ട് തീരുമാനമെടുക്കാൻ പ്രയാസമായിരിക്കും. അതൊക്കെ കൂടിയാലോചിച്ച് നാളെ നമ്മളെ മജ്ലിസ് ഉണ്ടല്ലോ, നമ്മുടെ സംഘാടകരുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളൊക്കെ ഏൽക്കുക. ഒരു 3 സഹോദരിമാർ, ഒരു സഹോദരനൊക്കെ ഇങ്ങനെ 15,000 സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ഒരു വർഷത്തേക്കുള്ള ചിലവൊക്കെ പറഞ്ഞ് ഏറ്റെടുത്ത് അങ്ങനെ അൽഹംദുലില്ലാ അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ ഐശ്വര്യവും നൽകുമാറാവട്ടെ. പിന്നെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടു. അതിൽ ഒരു മുതഅല്ലിം മരണപ്പെട്ടു പോയി. അൽഹംദുലില്ലാ ഒരാൾ രോഗങ്ങളൊക്കെ സുഖമായിട്ട് വരുന്നുണ്ട്. ഏതായാലും അള്ളാഹു തആല നമ്മെല്ലാവരെയും എല്ലാ അപകടങ്ങളെ തൊട്ടും കാക്കട്ടെ. ആ ഇൽമിൻ്റെ വഴിയിൽ ജീവിച്ചു കൊണ്ടിരിക്കവേ മൺമറഞ്ഞു പോയ ആ സഹോദരൻ ഉഖ്റവിയായ ഷഹീദാണ്. ഇൽമിൻ്റെ വഴിയിൽ ഒരാൾ മരണപ്പെട്ടാൽ അവരുടെയും പ്രവാചകൻ്റെയും ഇടയിലുള്ള ഒരു നബിയുടെയും ഇടയിലുള്ള വ്യത്യാസം ആ നുബുവത്തിൻ്റെ വ്യത്യാസം മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ദർജയിൽ തന്നെയാ ആ മരണപ്പെട്ട സഹോദരൻ്റെ പേരിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് നമുക്ക് ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. ഫാത്തിഹ അല്ലാഹു സ്വീകരിക്കട്ടെ. അതിൻ്റെ കൂലി ആ സഹോദരൻ്റെ, ആ മൺമറഞ്ഞ സഹോദരൻ്റെ, ആ മുതഅല്ലിമിൻ്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഇവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കൊക്കെ അള്ളാഹു എല്ലാ ഐശ്വര്യവും ഉയർച്ചയും നൽകുമാറാവട്ടെ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും അള്ളാഹു നൽകട്ടെ. സമുദായത്തിൻ്റെ പ്രതീക്ഷക്കൊത്തുയരാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്നിട്ട് അതിൻ്റെയൊക്കെ കൂലി നമ്മളെ ഖബറിലേക്കും അനുഭവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, സേവനങ്ങൾ ചെയ്യുന്നവർ, ഇതിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെ എന്തൊക്കെ നന്മകൾ പ്രവർത്തനങ്ങൾ ഇതിനു വേണ്ടി ആരൊക്കെ ചെയ്തോ അവർക്കൊക്കെയും എല്ലാ ഖൈറും ഇസ്സത്തും 2 വീട്ടിലും അള്ളാഹു നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇലാഹായ റബ്ബേ ഈ കൂടൽ കബൂലാക്കണേ അല്ലാ. ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും ബറക്കത്ത് ചൊരിയണമേ അല്ലാ. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളൊക്കെയും ഖൈറായ നിലയിൽ നിറവേറ്റണേ അല്ലാ. വന്നുപോയ ദോഷങ്ങളൊക്കെയും ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ റബ്ബേ. ദോഷത്തിൻ്റെ കറപുരണ്ട കൽബുമായ ഖബറിലെത്തേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തരുതേ പടച്ചോനെ. അല്ലാഹുവേ, പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പലരും. എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും കൈകാലുകളുടെ വേദനയും തരിപ്പും കടച്ചിലും കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, വയറ് സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, കിഡ്നി സംബന്ധമായ, ബ്രെയിൻ സംബന്ധമായ, നാഡിനരമ്പുകൾ സംബന്ധമായ, അസ്ഥികൾ സംബന്ധമായ, മൂത്ര സംബന്ധമായ, അലർജി സംബന്ധമായ, മാനസികമായ, പൈശാചികമായ, പുറത്ത് പറയാൻ മടിക്കുന്ന വിധത്തിലുള്ള എല്ലാ രോഗങ്ങളും അല്ലാഹുവേ നീ ശിഫയാക്കണേ റബ്ബേ.
അല്ലാഹുവേ ക്യാൻസർ എന്ന മഹാമാരിയെ തൊട്ട് ഞങ്ങളെ കാക്കണേ പടച്ചോനെ. അല്ലാഹുവേ ഞങ്ങളെ വീട്ടിൽ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണമേ അല്ലാ. എല്ലാ ശർറുകളെ തൊട്ടും സിഹറുകളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടും ഞങ്ങളെ കാക്കണമേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ സ്വാലിഹ് നബി ഒന്ന് കൈ ഉയർത്തിയപ്പോൾ കരിമ്പാറക്കുള്ളിൽ നിന്ന് ജീവനുള്ള ഒട്ടകത്തെ പുറപ്പെടുവിച്ച റബ്ബേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. വീടെന്നത് ഏതൊരാളുടെയും സ്വപ്നമാ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ റാഹത്തുള്ള വീട് നൽകണേ പടച്ചോനെ. കച്ചവടങ്ങളും ഏർപ്പാടുകളും തൊഴിലുകളുമായി നടക്കുന്നവർക്കതിലൊക്കെ വലിയ ബറക്കത്ത് ചൊരിയണമേ അല്ലാ. വിദേശത്ത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരുമുണ്ട് അല്ലാഹുവേ. ഈ സ്ഥാപനത്തിൻ്റെ സഹായികൾ പലരുമുണ്ട് റഹ്മാനെ. അവരെയൊക്കെ എല്ലാ അർത്ഥത്തിലും നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഉസ്താദുമാരും ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ, ഞങ്ങൾക്ക് ഗുണമാഗ്രഹിക്കുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ, അല്ലാഹുവേ ഞങ്ങളോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. അവരിൽ പലരും ഇന്ന് 6 അടി മണ്ണിനുള്ളിലാണ്. ഖബറിൻ്റെ കഥ എന്തെന്ന് ഞങ്ങൾക്കറിയൂല പടച്ചോനെ. ഖബർ അവർക്ക് സമ്പൂർണ്ണ സന്തോഷമാക്കണേ അല്ലാ. അബ്ബേ ഞങ്ങളും ഒരു ദിവസം മരിക്കുമല്ലോ. ഞങ്ങൾ മരിച്ചു എന്ന വാർത്ത നാട്ടിൽ പരക്കുമല്ലോ. ഞങ്ങളുടെ മരണവാർത്ത കേട്ട് പലരും ഒരുമിച്ച് കൂടുമല്ലോ. മൂടിപ്പുതച്ച് കിടത്തിയ ഞങ്ങളെ മുഖത്ത് നിന്നാ മുണ്ട് നീക്കി മുഖം കണ്ടവർ മാറി നിൽക്കുമല്ലോ. അല്പനേരം കഴിഞ്ഞാൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് 3 കെട്ടും കെട്ടി 6 കാലുള്ള കട്ടിലിലിട്ട് അനവധി തവണ ഞങ്ങൾ കഥ പറഞ്ഞ് നടന്ന വഴിയിലൂടെ ഞങ്ങളെ കിടത്തിക്കൊണ്ടുപോകും. പള്ളിയിലെത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിസ്കരിച്ച് പിന്നെ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ആ കാട്ടിലേക്കാണ്, പള്ളിക്കാട്ടിലേക്ക്. അല്ലാഹുവേ ഈ കൂട്ടത്തിൽ ഇനി ആരാ ആദ്യമായ ഖബറിലെത്തുന്നതെന്ന് റബ്ബേ നിനക്കറിയല്ലോ. ഖബർ ഞങ്ങൾക്ക് സന്തോഷാക്കണേ അല്ലാ. ഖബർ ഞങ്ങൾക്ക് റാഹത്താക്കണേ അല്ലാ. പാമ്പുകൾ കൊണ്ട്, തേളുകൾ കൊണ്ട്, തീനാളം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഖബറാക്കരുതേ പടച്ചോനെ. നരകത്തിലേക്ക് ഈ സാധുക്കളെ വലിച്ചെറിയല്ല അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട്, ഫضل കൊണ്ട്, ജൂദ് കൊണ്ട് ഞങ്ങളെ സ്വർഗ്ഗക്കാരിൽ പെടുത്തി തരണേ അല്ലാ. അതിനൊക്കെയുള്ള കാരണമായി ആമീനുകൾ കബൂലാക്കണേ തമ്പുരാനെ. ഇജാബത്ത് നൽകണേ അല്ലാ. ഇജാബത്ത് നൽകണേ അല്ലാ. ഇജാബത്ത് നൽകണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. മുഅ്മിനീങ്ങളെ ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും.